എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്നിവിടെ നമ്മുടെ യൂണിയൻ ആർട്സ് അതുപോലെ തന്നെ മെറിറ്റ് ഡേ എല്ലാം കൂടി കണ്ടക്ട് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് ഒരുപാട് വിശിഷ്ട വ്യക്തികളെ നമുക്കിവിടെ അവൈലബിളായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും അല്ലാത്ത നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സും എല്ലാവരും ഇവിടെ നമുക്ക് വേണ്ടി ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വൈകിപ്പിക്കാതെ തന്നെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി PG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു. നമുക്ക് പരിപാടിയുടെ ചടങ്ങുകളിലേക്ക് കടക്കാം. ആദ്യം സ്വാഗതം ആശംസിക്കാനായി നമ്മുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി മിസ് കൃഷ്ണേന്ദു KK ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷ എന്നീ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന മനോരമ ന്യൂസ് ഡയറക്ടർ ശ്രീ ജോണി ലൂക്കോ സാർ, CPAS ഡയറക്ടർ ഹരികൃഷ്ണൻ സാർ, പ്രിൻസിപ്പൽ, അധ്യാപകർ, അനധ്യാപകർ, യൂണിയൻ ഭാരവാഹികൾ തുടങ്ങി പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2025-26 വർഷത്തെ കലാലയ യൂണിയൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. യൂണിയൻ ഉദ്ഘാടനവും ആർട്സ് ക്ലബ് ഉദ്ഘാടനവും 2 വർഷത്തെ മെറിറ്റ് ഡേ കൂടെ നമ്മൾ ഈ ചടങ്ങിൽ നടത്തുന്നുണ്ട്. നമ്മളെല്ലാവരും മാധ്യമ വിദ്യാർത്ഥികളാണ്. സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ നമുക്കിപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ജനാധിപത്യത്തിൻ്റെ 4ാമത്തെ തൂണാണ് മാധ്യമ പ്രവർത്തനമെന്ന് പറയുമ്പോൾ പോലും മാധ്യമ സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും ഉൾപ്പെടെ വിലക്കപ്പെടുന്ന വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണകർത്താക്കൾക്കെതിരെ ശബ്ദമുയർത്തുന്നതുകൊണ്ട് മാത്രം കൊല ചെയ്യപ്പെടുന്ന നിരവധിയായ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. കൽബുർഗി, നരേന്ദ്ര തപോദ്കർ, ഗോവിന്ദ് പൻസാരെ, ഗൗരി ലങ്കേഷ് തുടങ്ങി നിരവധി എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും. പത്രസ്വാതന്ത്ര്യത്തിൽ 180 രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ 151ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, മാധ്യമ വിദ്യാർത്ഥികൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും അരാജകത്വത്തിനെതിരെയും അഴിമതിക്കെതിരെയും ശബ്ദമുയർത്താൻ സന്നദ്ധരായി മുന്നോട്ട് വരണം എന്നുള്ളതാണ്. നേട്ടങ്ങൾക്ക് വേണ്ടി അധികാരികൾക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാത്തൊരു സമൂഹമായി നമ്മൾ മാറണം. ഒരിക്കൽ കൂടെ പറയുന്നു, നേട്ടങ്ങൾക്ക് മുൻപിൽ അടിയറവ് വയ്ക്കാത്തൊരു സമൂഹമായി നമ്മൾ മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് യൂണിയൻ ചെയർപേഴ്സൺ അക്ഷയ്യാണ്. അക്ഷയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്നത് മനോരമ
ന്യൂസ് ഡയറക്ടറും പ്രമുഖനായ മാധ്യമപ്രവർത്തകനും കൂടിയായിട്ടുള്ള ശ്രീ ജോണി ലൂക്കോസ് സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അതിലുപരി അഭിമാനത്തോടെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിപാസ് ഡയറക്ടർ ഹരികൃഷ്ണൻ പി സാർ നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സാറിനെയും ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ICJ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജി മിസ് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മിസ്സിനെയും ഏറെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ICJ യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ കൂടിയായിട്ടുള്ള ജീവൻ സാർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സാറിനെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ജിഷ മേരി ജോർജ് മിസ് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. മിസ്സിനെയും ഏറെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യാപകരായിട്ടുള്ള പ്രിയങ്ക മിസ്, നീത മിസ്, അജോ സാർ തുടങ്ങിയുള്ള അനധ്യാപകരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാർസ് യൂണിയൻ ചെയർപേഴ്സൺ ഹരിപ്രിയ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഹരിപ്രിയയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2025 വർഷം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സും അതുപോലെ 2024 വർഷത്തെ റാങ്ക് ഹോൾഡേഴ്സും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഏറെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടങ്ങി ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ യൂണിയൻ ഭാരവാഹികളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ICJ വിദ്യാർത്ഥികൾ, സ്റ്റാസിലെ വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരെയും പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിക്കകത്ത് രക്ഷകർത്താക്കളും പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു കൃഷ്ണേന്ദു. അടുത്തതായി നമുക്ക് ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച്, ആമുഖ പ്രഭാഷണത്തിനായി നമ്മുടെ ICJയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ പി ജേക്കബ് മിസ്സിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ICJ യൂണിയൻ ചെയർമാൻ അക്ഷയ് കൃഷ്ണൻ CV, നമ്മുടെ മുഖ്യ അതിഥി മലയാള മനോരമയുടെ പ്രൗഢനായ ജേർണലിസ്റ്റ് ശ്രീ ജോണി ലൂക്കോസ്, സിപാസ് സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ഏറ്റവും ബഹുമാനപ്പെട്ട ഹരികൃഷ്ണൻ സാർ, ജിഷ മിസ്, സ്റ്റാസിൻ്റെ ചെയർമാൻ ഹരിപ്രിയ, നമ്മുടെ യൂണിയൻ ഭാരവാഹികളെ, റാങ്ക് ഹോൾഡേഴ്സ്, പേരൻസ്, ഈ ക്യാമ്പസിലെ മറ്റ് വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെ സന്തോഷത്തോടും ആത്മാഭിമാനത്തോടും കൂടി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം പലതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നിങ്ങളൊരു ക്യാമ്പസിലും യൂണിയൻ ആർട്സ് ക്ലബ് ഇനാഗുറേഷനും മെറിറ്റ് ഡേയും ഒന്നിച്ചു ചേർന്ന് ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു ആഘോഷം നടത്തുന്നത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ആ രണ്ട് കോമ്പിനേഷനും അത്ര ചേരുന്ന കോമ്പിനേഷൻ അല്ല. പക്ഷേ ICJയുടെ വലിയ പ്രത്യേകത അതാണ്. വിദ്യാർത്ഥി യൂണിയനും വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് കലാരംഗത്തോ എന്ന പോലെ തന്നെ പഠനരംഗത്തും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പ്രമുഖ റാങ്കുകളിൽ, ആദ്യത്തെ 10 റാങ്കുകളിൽ കഴിഞ്ഞ വർഷം 5ഉം അതിൻ്റെ തലേ വർഷം 6 റാങ്കുകളും നേടിയവരാണ്. പ്രത്യേകിച്ച് 1ഉം 2ഉം 3ഉം റാങ്കുകൾ അടക്കമുള്ള റാങ്കുകൾ കരസ്ഥമാക്കിയവരാണ് ഈ വിദ്യാർത്ഥികൾ. അതിലഭിമാനമുണ്ട്. നീണ്ട 30 വർഷത്തെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലും സിപാസിലുമായിട്ടുള്ള യാത്രയിൽ വളരെയധികം നേട്ടങ്ങൾ കൊയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ബഹുമാന്യനായ ജോണി ലൂക്കോസ് സാറിൻ്റെ മലയാള മനോരമയിലടക്കം
വളരെ പ്രധാനപ്പെട്ട, അദ്ദേഹത്തിൻ്റെ കീഴിലുമുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ, ഈ വിദേശത്തും സ്വദേശത്തും ഒക്കെയായിട്ടുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും നല്ല മിടുക്കരായ ജേർണലിസ്റ്റുകളെ സംഭാവന ചെയ്യാൻ സാധിച്ച ഒരു സ്ഥാപനമാണ് നമ്മുടേത്. അതുപോലെ തന്നെ അക്കാദമിക രംഗത്ത് ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ ചെന്നാലും ഏതൊരു എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ചെന്നാലും എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി ആ കമ്മിറ്റിയിലുണ്ടായിരിക്കും. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച PSCയിൽ ഒരു സിലബസ് കമ്മിറ്റിയിൽ ചെന്നപ്പോൾ ടീച്ചറും പിള്ളേരുമാണ് ആ സിലബസ് കമ്മിറ്റി എന്ന് പറഞ്ഞ് അവിടെ തമാശ പറയുകയുണ്ടായി. കാരണം ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ, നമ്മോടൊപ്പം വളർന്ന വിദ്യാർത്ഥികൾ തന്നെ അത്രയും വലിയ എക്സ്പേർട്സായി മാറിയിരിക്കുകയാണ്. അത്രമാത്രം നല്ല നിലയിൽ വിദ്യാർത്ഥി സമൂഹത്തെ സംഭാവന ചെയ്യാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിന് നട്ടല്ലോടെ മാധ്യമരംഗത്ത് നിവർന്നു നിൽക്കുവാനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജേർണലിസ്റ്റുകളെ പുറത്തിറക്കുന്ന ഒരു സ്ഥാപനമായി ഈ അടുത്ത കാലത്തും നിലനിൽക്കാൻ സാധിക്കുന്നത് എന്നത് സത്യമാണ്. ഇവിടെ ഞാൻ അധികം മുന്നോട്ട് നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ യൂണിയൻ ആർട്സ് ക്ലബ് പരിപാടികളിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. റാങ്ക് ഹോൾഡേഴ്സിനോട് പ്രത്യേകിച്ച് സ്വാഗത പ്രസംഗക സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഒരല്പമൊന്ന് ആഡ് ചെയ്ത് തന്നെ ഞാൻ പറയുകയാണ്. വളരെ വ്യക്തമായ ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. കാരണം റാങ്ക് ഹോൾഡേഴ്സ് ആകാനിരിക്കുന്നവരും മാധ്യമരംഗത്ത് പ്രതിഭ പ്രകടിപ്പിക്കേണ്ടവരുമൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, നമ്മൾ വാർത്തകളിലൂടെ എപ്പോഴും കടന്നു പോവുകയാണ്. വിജയ് തലപതിയുടെ ജനനായകൻ എന്ന സിനിമ പൊങ്കലിൽ റിലീസ് ചെയ്യാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് ഏതാണ്ട് ഒരു മാസക്കാലമായിട്ട് സെൻസർ ബോർഡിൻ്റെ പിടിമുറുക്കി വളരെ വിവാദമായ പ്രശ്നങ്ങളായി മാറിക്കൊണ്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും KNV പ്രൊഡക്ഷൻസ്, ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻസ് സെൻസർ ബോർഡിനെതിരെ വലിയൊരു മൂവ്മെൻ്റാണ് മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അതിൻ്റെ പിൻബലത്തിൽ, അതായത് സെൻസർ ബോർഡിനെതിരെ കേസ് കൊടുത്തു എന്നതിൻ്റെ കാരണം കൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിലേക്ക് ആക്ഷൻസ് വരികയും ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം ഈ വൺ പ്രൊഡക്ഷൻസ് KNV പ്രൊഡക്ഷൻസ് അവരുടെ കേസ് പിൻവലിച്ചു എന്ന വാർത്തയാണ്. ആ കേസ് പിൻവലിച്ചതോടുകൂടി അവർക്ക് സിനിമ റിലീസ് ചെയ്യാനുള്ള വാതായനങ്ങൾ തുറക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റുകൾ ഒരുപാട് ഇരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുമ്പോൾ അവിടെ നിവർന്നു നിന്ന് സംസാരിക്കുവാനോ നിയമത്തിൻ്റെ പിൻബലത്തിൽ പോലും മുന്നോട്ട് പോകുവാനോ പറ്റാതെ നമ്മൾ ആർട്ടിക്കിൾ 19(1)A സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് സ്വതന്ത്ര മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിച്ച് മരിച്ച് രക്തസാക്ഷിത്വം വരിച്ച ഒരുപാട് മാധ്യമപ്രവർത്തകരുടെ രക്തം ചൊരിഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത കാലഘട്ടത്തിലേക്ക് ധീരയോദ്ധാക്കളെ പോലെ കടന്നു വരുന്ന ആർജവമുള്ള വ്യക്തിത്വമുള്ള സത്യസന്ധതയുള്ള മാധ്യമപ്രവർത്തകർ അനിവാര്യമാണ് എന്ന് റീസെൻ്റായി ഈ സംഭവങ്ങൾ നമ്മളെ ബോധിപ്പിക്കുകയാണ്. അതിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഡയറക്ടർ ഹരികൃഷ്ണൻ സാറ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ CPASൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയെക്കാളും വലിയ സ്ഥാപനങ്ങൾ, ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് പോലും നമ്മുടെ ജേർണലിസം ലൈബ്രറി സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നുമില്ല. പക്ഷേ ഇതടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, SME അടക്കമുള്ള നഴ്സിംഗ് കോളേജുകൾ, B.Ed കോളേജുകൾ ഒക്കെ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഹരികൃഷ്ണൻ സാറ് വളരെ തിരക്കേറിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് വളരെ തിരക്കുള്ളത് കൊണ്ടും ഇന്ന് ഒരു മരണം, നമ്മുടെ CPASലെ ഒരു അധ്യാപികയുടെ മരണമുള്ളത് കൊണ്ട് അവിടെ പോകേണ്ടത് കൊണ്ട് നമ്മൾ പരിപാടി അല്പം ഞാൻ മുന്നോട്ട് സാറിൻ്റെ പ്രസംഗം വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ജോണി ലൂക്കോസ് സാറ് മലയാള മനോരമയിൽ പ്രിൻ്റ് രംഗത്തും വിഷ്വൽ മീഡിയ രംഗത്തും തൻ്റെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച നേരെ ചൊവ്വ എന്ന് പറയുന്ന സാറിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണാത്തവർ ഇവിടെ ഉണ്ടാവില്ല. അത്രമാത്രം, അതായത് വലിയ ബുദ്ധിമാനായ കുശാഗ്രബുദ്ധിയോടുകൂടി തന്നെ ആരുടെയും അകത്തിരിക്കുന്ന
ഉദ്ദേശങ്ങളെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ തക്കവിധമുള്ള കഴിവുള്ള ഒരു ജേർണലിസ്റ്റ്, ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ സംഭാവനയാണ് സാറിൻ്റെ ഈ പ്രസൻസ്. സാർ ഇവിടെ വന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ യൂണിയനെ പ്രത്യേകം ആർട്സ് ക്ലബ് സെക്രട്ടറി, യൂണിയൻ ചെയർമാൻ അടക്കമുള്ള ഈ യൂണിയനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. യെസ്, താങ്ക് യു ലിജി മിസ്. നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സാറിന് ഒരു ചെറിയ തിരക്കുള്ളത് കൊണ്ട് നമുക്ക് സാറിൻ്റെ ഒരു സ്പീച്ച് അടുത്തത് സംസാരിച്ചിട്ട് അതിനുശേഷം നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്കും കടക്കേണ്ടതുണ്ട്. സാറിന് പോകുന്നതിൽ തിരക്കുണ്ട്. സോ ഞാൻ ബ്ലെസ്സിങ് സ്പീച്ചിനായി നമ്മുടെ മിസ് ഇപ്പോൾ വലിയ രീതിയിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്ത പോലെ തന്നെ അത്രയും പ്രമുഖനായ സിപാസിൻ്റെ ഡയറക്ടർ ഹരികൃഷ്ണൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ഇന്നത്തെ ഈ ജേർണലിസം കോളേജിൻ്റെ യൂണിയൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗമായുള്ള ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജോണി ലൂക്കോ സാർ, സ്വാഗതം ആശംസിച്ച കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി കൃഷ്ണേന്ദു, അതുപോലെ അധ്യക്ഷനായിട്ടുള്ള അക്ഷയ് കൃഷ്ണൻ, കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ഡോക്ടർ ലിച്ചിമോൾ ടീച്ചർ, യൂണിയൻ്റെ ഭാരവാഹികൾ സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്, റാങ്ക് ഹോൾഡേഴ്സുണ്ട്, അധ്യാപക സുഹൃത്തുക്കളുണ്ട്, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന യൂണിയന് ആർട്സ് ക്ലബിനും എല്ലാവിധ ആശംസകളും. ഒപ്പം ഇവിടുത്തെ റാങ്ക് ഹോൾഡേഴ്സായിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഐക്കൺസായിട്ട് ഉള്ള റാങ്ക് ഹോൾഡേഴ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ, കഴിഞ്ഞ വർഷത്തെയും അതിന് മുൻപ് വർഷത്തെയും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഒപ്പം അവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. ടീച്ചറെ സംസാരിച്ചപ്പോൾ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ വൈകാരികമായാണ് സംസാരിച്ചു തുടങ്ങിയത്. നമ്മുടെ സമൂഹം ഒരു മാധ്യമങ്ങളെ കേന്ദ്രീകരിച്ചൊരു മീഡിയ ഡ്രിവൺ സൊസൈറ്റിയാണ്. എന്നിലും നിങ്ങളിലുമുള്ള ബോധത്തെ സൃഷ്ടിക്കുന്നതിന്, രാഷ്ട്രീയ ബോധമായാലും സാമൂഹിക ബോധമായാലും സൃഷ്ടിക്കുന്നതിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന ജോണി ലൂക്കോ സാർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, പൊതുവിലെ മാധ്യമങ്ങളുടെ പ്രവർത്തന ശൈലി, ഇപ്പം ഞാനൊക്കെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ വളർന്നൊരു കാലഘട്ടമാകുന്ന വരെ പ്രിൻ്റ് മീഡിയ, ഇന്നും രാവിലെ ക്ലാസ്സിൽ രാവിലത്തെ ചായ അകത്തേക്ക് പോകണമെങ്കിൽ കയ്യിൽ പത്രം വേണ്ട ഒരാളാണ് ഞാൻ. പലപ്പോഴും എടുക്കുന്ന പത്രത്തിലെ വാർത്ത തലേ ദിവസമോ അല്ലെങ്കിൽ അതിന് മുമ്പോ ദിവസമോ കണ്ടതായി നമുക്ക് തോന്നുന്ന വാർത്തകൾ കണ്ടു പോകുന്ന പത്രങ്ങളുമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും നമുക്കൊരു ശീലമായതുകൊണ്ട് ഇത് കയ്യിൽ വേണം. പക്ഷേ പൊതുവിൽ നമ്മൾ ഇന്നത്തെ ഈ യുവ സമൂഹം, അതായത് യുവാക്കളുടെ മധ്യസമൂഹം, അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ പ്രായമായ സമൂഹത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ ശ്രദ്ധിക്കാറുള്ളത് ടെലിവിഷനാണെന്നാണ് ശ്രദ്ധിക്കാറുള്ളത്. ഈ ടെലിവിഷൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്, മുൻപുണ്ടായിരുന്ന വായന ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ശൈലിയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ വായനാ ശൈലി വന്നിരിക്കുന്നത്. പക്ഷെ വാർത്ത വായിക്കുകയല്ല, പലപ്പോഴും ഈ വാർത്താ അവതാരകരുടെ ബോധം ഈ വാർത്തയെ അനലൈസ് ചെയ്ത് വ്യാഖ്യാനിച്ച് നമ്മുടെ മുമ്പിൽ എത്തിക്കുക. പലപ്പോഴും നമ്മളിലേക്ക് ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ വാർത്ത കാണുകയോ, നിങ്ങൾ കൈരളിയുടെ വാർത്ത കാണുകയോ, മനോരമ ന്യൂസിൻ്റെ വാർത്ത കാണുകയോ കണ്ടു കഴിയുമ്പം നമ്മളിൽ സൃഷ്ടിക്കുന്ന ബോധം ഈ വാർത്താ അവതാരകൻ്റെ ബോധമായി മാറും. പലപ്പോഴും അത് പക്ഷപാതപരമാണ്. അത് പറയാനാണ് ഞാൻ വന്നത്. ഈ വാർത്താ അവതാരകൻ്റെ അവതരണം എന്ന് പറയുന്നത് പക്ഷപാതപരമാണ്. ചിലപ്പോൾ കൈരളി വാർത്ത കാണുന്ന ആളിനോ, അല്ലെങ്കിൽ ജനം TV കാണുന്ന ആളിനോ, അല്ലെങ്കിൽ ജയ്ഹിന്ദ് കാണുന്ന ആളിനോ തോന്നാം ഇത് പെർട്ടിക്കുലറായൊരു പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷനുള്ള ഒരു പ്രത്യേക ആഭിമുഖ്യമുള്ള സംഘടനയാണ്. പക്ഷേ നമ്മൾ മുഖ്യധാരയെന്ന് വിശ്വസിക്കുന്ന മനോരമ ന്യൂസ് അടക്കമുള്ള
വാർത്തകളിൽ കൃത്യമായ പക്ഷപാതത്തോടു കൂടിയാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് വന്ന സമയം, ഏഷ്യാനെറ്റ് കേരളത്തിൽ നമ്മുടെ ഒരു മലയാളം ചാനലായിട്ട് വരുന്ന സമയത്ത് അതിനുണ്ടായിരുന്ന ഒരു ശൈലിയോ അതിൻ്റെ ഒരു ഓറിയൻറ്റേഷനിൽ നിന്ന് വളരെ മാറിയാണ് ഇന്നത്തെ വാർത്താ ശൈലി. അന്ന് അത് നിയന്ത്രിച്ചിരുന്നത്, അത് ഓൺ ചെയ്തിരുന്നത് മാധ്യമപ്രവർത്തകരാണ്. അന്ന് അതിൻ്റെ ഓണേഴ്സായിട്ടുണ്ടായിരുന്നത് മാധ്യമപ്രവർത്തകരാണ്. ഇന്നതല്ല. ഇന്ന് കൃത്യമായ പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷനുള്ള കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെ കയ്യിലാണ്. സ്വാഭാവികമായും മുതലാളിയുടെ ശബ്ദം എന്താണോ, മുതലാളിയുടെ ശബ്ദത്തിനനുസൃതമായി അല്ലെങ്കിൽ അതിന് ചേർന്ന് നിൽക്കുന്ന ശൈലിയിലാണ് അതിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള നമ്മൾ കാണുന്ന ചാനലിലെ അവതാരകർ വരുന്നത് എന്നത് പലപ്പോഴും നമുക്ക് ഒരു നിഷ്പക്ഷ വാർത്തകൾ പ്രതീക്ഷിക്കുന്ന പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വേദനാകരമാണ്. നമ്മളിപ്പോൾ ടീച്ചർ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും പറയും. അതെങ്ങനെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇവിടെ സ്വാഗത പ്രാസംഗിക ഇന്ത്യയുടെ പ്രസ് ഫ്രീഡത്തെക്കുറിച്ച്, ഇന്ത്യയുടെ പ്രസ് ഫ്രീഡത്തിൻ്റെ റേറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പം വളരെ താഴെ നിൽക്കുന്നൊരു പൊസിഷനാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുന്ന മാധ്യമങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇവരെ ആരും എല്ലാ സ്വതന്ത്ര മാധ്യമങ്ങളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ മനോരമ ന്യൂസ് മനോരമ ഓൺ ചെയ്യുന്നതാണ്, ഏഷ്യാനെറ്റിൻ്റെ ചാനൽ അവരെ ഓൺ ചെയ്യുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കുറയുന്നത്? ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഈ അടുത്ത നാളിൽ വന്ന കാരവൻ മാഗസിനിൽ വന്ന വാർത്ത, അല്ലെങ്കിൽ ചാനലുകൾ NDTVക്ക് വന്ന മാറ്റം, NDTV ഇപ്പോൾ ഓൺ ചെയ്യുന്ന ആരാണ്? അല്ലെങ്കിൽ അംബാനി ഗ്രൂപ്പ് എത്ര ചാനലുകളാണ് ഓൺ ചെയ്യുന്നത്? അപ്പോൾ അവരുടെ ഭരണകൂടത്തിൽ താല്പര്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ വരുന്ന കേസുകൾ എടുക്കുകയും കേരളത്തിലെ പ്രമുഖ മാധ്യമർ, ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരടക്കം കേസിൽ ഉൾപ്പെടുന്നതും മാധ്യമപ്രവർത്തകരുടെ കേസുകളിൽ മാധ്യമപ്രവർത്തകർ തന്നെ കാരണക്കാരാകുന്നതും ഒക്കെ നമ്മൾ കാണുന്ന. ഇപ്പോൾ ഈ സിദ്ദീഖ് കാപ്പൻ്റെയൊക്കെ വിഷയത്തിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ പങ്കാളികളാണ്. അപ്പം മാധ്യമപ്രവർത്തകർക്ക് പലപ്പോഴും മാധ്യമങ്ങൾ തന്നെയാണ് പലപ്പോഴും അതിൻ്റെ ഉദ്ദേശങ്ങൾക്ക് കത്തിവെക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ടീച്ചർ ഇങ്ങനെ വൈകാരികമായി സംസാരിച്ചതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം എല്ലാവരും മാധ്യമപ്രവർത്തകരാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പം പൊതുവെ ഞാനും നിങ്ങളും ഇപ്പോൾ ഈ ഫോട്ടോ ഇവിടെ ഇരിക്കുന്ന ഈ ഫോട്ടോ വേണമെങ്കിൽ എനിക്ക് നാളെ ഷെയർ ചെയ്യാം, ഇതിനെക്കുറിച്ചൊരു വാർത്ത കൊടുക്കാം, ഹരികൃഷ്ണൻ ഇന്നത് പറഞ്ഞു, ശ്രീ ജോണി ലൂക്കോസ് ഇന്നത് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ വാർത്ത കൊടുക്കാം. നമുക്ക് ആർക്കും വാർത്ത കൊടുക്കാം. പക്ഷെ ആ വാർത്ത എവിടെയും സ്ക്രീൻ ചെയ്യാതാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ കൃത്യമായ, ശരിയായ, വസ്തുതാപരമായ, ഫാക്ച്വലായ വാർത്തകളാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ വാർത്താ ചാനലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന കൂവലും വിളിയും അട്ടഹാസവും കയ്യടിയും ബഹളവും എല്ലാം ഈ വസ്തുതകളില്ലാതെ നമ്മൾ ഈ വാചാടോപം കൊണ്ട് നമ്മൾ ഈ ജനങ്ങളെ നമ്മളിലേക്ക് വലിക്കാൻ വേണ്ടി സെൻസേഷണൽ ന്യൂസിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ കണ്ടന്റ് ഇല്ലാത്തപ്പം മനുഷ്യരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കൂവലും അട്ടഹാസവും ചിരിയും നിന്ദയും പരിഹാസവും പുച്ഛവും ഒക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും വാർത്തകൾ തന്നെ വസ്തുതാവിരുദ്ധമാണ്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പം സിന്ദൂർ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ദേ ഇസ്ലാമാബാദ് പിടിച്ചു, ദേ ഇന്ത്യ ഓരോ അടി അങ്ങോട്ടടിച്ചു, ഒരു വെടി അങ്ങോട്ട് പൊട്ടി, 2 വെടി ഇങ്ങോട്ടടിച്ചു. ഇതാര് കണ്ടിട്ടാണ് പറയുന്നത്? ദേ റാവൽപിണ്ടിയിൽ അതുണ്ടായി, കാസിയാബാദ്, ഇങ്ങനെ ഓരോ സ്ഥലത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞാണ് പോകുന്നത്. എവിടെ ഇസ്ലാമാബാദ് പിടിച്ചു, എവിടെ സംഭവിച്ചത്? ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. വാർത്തകളില്ലാതെ വരുമ്പോൾ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളൊക്കെ സാധാരണ പൊതുജനത്തിൻ്റെ കണ്ണ് കെട്ടുന്ന പോലെ ആണ്. ഇപ്പം കർണാടകത്തിലൊരു വെള്ളക്കെട്ട് ഉണ്ടായിട്ട് ഒരു ലോറി ഉൾപ്പെട്ടു പോയി. 2-3 ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ മൊത്തം അതാണ്. രാവിലെ അവിടെ കൊണ്ടുവന്ന് ക്യാമറ സെറ്റ് ചെയ്യും, വൈകുന്നേരം വരെ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വാർത്തകളില്ലാതെ വരുമ്പോൾ വാർത്തകൾ ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രിൻ്റ് മീഡിയ അടക്കം കഴിഞ്ഞ ദിവസം മഹാത്മാഗാന്ധി സർവകലാശാലയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത, ഒരു വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഒരു അധ്യാപികയ്ക്ക് ജോലി കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഉത്തരവായിരുന്നേ. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വൈസ് ചാൻസലറോ സിൻഡിക്കേറ്റോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളും അറിഞ്ഞിട്ടില്ല. മാതൃഭൂമിയിൽ വലിയ വാർത്ത വരികയാണ്. തൊട്ടടുത്ത ദിവസം മാതൃഭൂമിയിൽ നമ്മൾ നിഷേധക്കുറിപ്പ് സർവകലാശാല ഇറക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഇങ്ങനൊരു വാർത്തയില്ല, വസ്തുതാവിരുദ്ധമാണ്. ഈ വാർത്ത ഇറങ്ങുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും മാതൃഭൂമിയിൽ നിന്നും മനോരമയിൽ നിന്നും ഒക്കെ ആൾക്കാർ വിളിച്ച വാർത്തയുണ്ടോ സാറേ എന്ന് ചോദിക്കുന്നവർക്ക് അന്വേഷിക്കാവുന്നൊരു വാർത്തയാണ്. പക്ഷേ സർവകലാശാലയ്ക്ക് എതിരായിട്ട് വരുന്നൊരു വാർത്ത കൊടുത്തു. അതങ്ങനെയാണ്. എപ്പോഴും സമൂഹത്തിലെ അധികാരവർഗത്തിനെതിരെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെതിരെ വാർത്ത കൊടുക്കാൻ മീഡിയയ്ക്ക് എപ്പോഴും താല്പര്യമാണ്. പക്ഷെ ആ താല്പര്യം മാറി വരുന്നതാണ് യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ
ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ നമ്മൾ പറഞ്ഞ മാധ്യമങ്ങളുടെ ഈ പ്രസ് ഫ്രീഡത്തെക്കുറിച്ച് നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സ്വതന്ത്ര മാധ്യമപ്രവർത്തനം സത്യസന്ധമായ രീതിയിൽ സമൂഹത്തിൽ വസ്തുതകൾ എത്തിക്കുന്നതിന്, വസ്തുതകൾ പഠിച്ച് വസ്തുതകൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കൃത്യമായ ധാരണയോടുകൂടി പൊതുസമൂഹത്തിന് എത്തിയെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾ പൊതുജനം ശ്രദ്ധിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു ദിവസം 2 ആഴ്ച മുമ്പ് എൻ്റെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേര് പത്രം വായിക്കും? ഒരാൾ കൈപൊക്കാൻ പറഞ്ഞു. 40 പേരിരിക്കുന്ന ക്ലാസ്സാണ്. അത് കേട്ടിട്ട് ഞാൻ 2ാമത്തെ ക്ലാസ്സിൽ പോയി ചോദിച്ചു. ഒരൊറ്റ കുട്ടി കൈപൊക്കിയില്ല. എത്ര പേര് ടെലിവിഷൻ കാണുമെന്ന് ചോദിച്ചു. ഒരൊറ്റ കുട്ടി കൈപൊക്കിയില്ല. 20 ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ച ചോദ്യമാണ്, എത്ര പേര് ടെലിവിഷൻ കാണുമെന്ന് ചോദിച്ചു. അവരാരും കാണാറില്ല. ഈ പറയുന്ന ഒന്നും കാണാറില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ റീൽസ് കാണും സാറേ എന്ന് പറഞ്ഞു. ഞങ്ങൾ റീൽസ് കാണും സാറേ എന്ന് പറഞ്ഞു. അതാണ് പുതിയ സമൂഹം. എനിക്കറിയാവുന്ന വേറൊരു ഒരു ഇച്ചിരി മുതിർന്ന ലെവലിൽ, ഹയർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു വളരെ അടുത്തൊരു സുഹൃത്ത്, വളരെ പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നൊരു സുഹൃത്ത്, ഒരു ടെലിവിഷൻ ചർച്ചയും കാണാറില്ല. എന്നോട് പറയുന്നത് അവൻ്റെ ബോധമാണ് എന്നിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളെ തെറ്റായ രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് കാണാൻ നമ്മളെന്തിനാ സമയം ചെലവഴിക്കുന്നത്? ഒറ്റ ചർച്ചയും കാണത്തില്ല. ഞാൻ ആളുടെ പേര് നിങ്ങൾക്ക് അറിയാവുന്ന പറയാത്ത. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വസ്തുതകൾക്ക് വിരുദ്ധമായി മാധ്യമ പ്രവർത്തനം മറ്റൊരു ദിശയിൽ, മറ്റൊരു ഓറിയൻറ്റേഷനിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിനെ നേർവഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നാളത്തെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായി മാറേണ്ട നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ച റാങ്ക് ഹോൾഡേഴ്സിനും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന യൂണിയനും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. തിരക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരി രാവിലെ മരണപ്പെട്ടതുകൊണ്ടാണ്. എനിക്ക് 12:30 മുമ്പ് അവിടെ എത്തേണ്ടതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സദയം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അത് വേഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. യെസ്, താങ്ക് യു സോ മച്ച് സർ. നമുക്ക് അടുത്ത ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ തിരി തെളിയിച്ചുകൊണ്ടുള്ള ചടങ്ങ് നമ്മളിവിടെ നടത്താൻ പോവുകയാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെയും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യെസ്, നമ്മുടെ (2025-26) വർഷത്തെ ICJ കലാലയ യൂണിയന് ഇവിടെ തിരി തെളിയിക്കുകയാണ്. അധ്യയന വർഷത്തെ ICJ കലാലയ യൂണിയനും ആർട്സ് ക്ലബ് ഇനോഗ്രേഷനും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിന് Thank you, sir. Yes, ma'am. Thank you. So, thank you everyone. നമ്മുടെ
ICJയുടെ യൂണിയനും ആർട്സ് ക്ലബിൻ്റെയും ഇവിടെ ഔദ്യോഗികമായി തിരി തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ പുതിയ യൂണിയൻ്റെ ചെയർമാൻ ശ്രീ അക്ഷയ് കൃഷ്ണൻ CVA പ്രസിഡൻഷ്യൽ അഡ്രസ്സിന്, അതായത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ അദ്ദേഹമാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന നമ്മുടെ ഉദ്ഘാടകനും മുഖ്യാതിഥിയുമായ മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് സർ, ബഹുമാനപ്പെട്ട CPAS ഡയറക്ടർ ശ്രീ ഹരികൃഷ്ണൻ സർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ICJ പ്രിൻസിപ്പൽ ലിജിമോൾ P. ജേക്കബ്, സ്വാഗത പ്രസംഗം കാഴ്ചവെച്ച കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി കൃഷ്ണേന്ദു KK, അതുപോലെ തന്നെ ഇന്ന് വേദിയിൽ നടക്കുന്ന മെറിറ്റ് ഡേയുടെ ഭാഗമായി ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, സ്റ്റാഫ് അഡ്വൈസർ ജീവൻ സർ, സ്റ്റാഫ് പ്രിൻസിപ്പളായ ജിഷാമിസ്, കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയായ അഭിനന്ദ്, പിന്നെ അതുകൂടാതെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ കൂട്ടുകാരെ, നമസ്കാരം. അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു ആത്മസംതൃപ്തിയുടെയും ദിവസമാണെന്ന്. കാരണം വെച്ചാൽ നമ്മുടെ ഈ യൂണിയൻ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ നമ്മൾ കുറേ നാളുകളായി നമ്മൾ ഒരു യൂണിയൻ ഡേ കൂടണം, അതുപോലെ തന്നെ ആർട്സും ഉദ്ഘാടനം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ സാങ്കേതിക കാരണങ്ങളാൽ അത് കുറച്ച് നീണ്ടുപോയി. അതിൻ്റെ പല കാരണങ്ങളാണ്. അപ്പോൾ ഇന്ന് ഈ വേദിയിൽ ഇന്ന് ഈ തിരി തെളിയിക്കുമ്പോൾ ഏറ്റവും അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഇന്ന് ഈ യൂണിയൻ ചെയർമാനാകാൻ പറ്റിയതിലും അതുപോലെ തന്നെ ഇതുപോലെ വളരെ പേര് കേട്ടിട്ടുള്ള വളരെ മാധ്യമ വിദ്യാർത്ഥികളെയും മാധ്യമ പ്രവർത്തകരെയും സമ്മാനിച്ചിട്ടുള്ള ICJയുടെ പോലുള്ള മണ്ണിൽ നിന്ന് ചെയർമാനായി ഈ അധ്യക്ഷ പ്രസംഗം കാഴ്ചവെക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ തന്നെ 1ഉം 2ഉം 10ൽ താഴെ നമ്മുടെ ഏറ്റവും പ്രശസ്തമായ റാങ്കുകൾ കരസ്ഥമാക്കിയ ആൾക്കാരുടെ മുന്നിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ അത്രയും പ്രശസ്തമാണ് നമ്മൾ ICJ. അപ്പം ICJയുടെ ചെയർമാനാവാൻ പറ്റിയതിലും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നമുക്ക് മെറിറ്റ് ഡേയും കൂടെ നടത്താൻ മിസ്സിൻ്റെ അനുവാദം തന്നതിലും മിസ്സിനോടും കൂടെ നന്ദി പറയുന്നു. അതുകൂടാതെ എൻ്റെ മുഖ്യ കാർമ്മികത്വം എന്ന് പറഞ്ഞാൽ അധ്യക്ഷ പ്രസംഗമാണ്. അപ്പം എല്ലാവരെയും ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിസംബോധന ചെയ്തു. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് സ്റ്റാഫിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി കോളേജുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഒരു നന്ദി കൂടി അറിയിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒറ്റക്കാര്യം മുന്നോട്ട് വെക്കുന്നു, നമ്മുടെ ഒരു വഴക്കും വിദ്വേഷവും അല്ല നമ്മുടെ ഇനിയുള്ള ഭാവി വരുന്ന കാലത്ത് നമുക്ക് വേണ്ടത്. നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി നല്ലൊരു ലീഡർഷിപ്പിൽ നല്ലൊരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല മാധ്യമ പ്രവർത്തനമാവാൻ പറ്റുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ഥാനം നമ്മളൊരു ചാനലിൽ പിടിക്കാൻ പറ്റുകയുള്ളെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടും ഉറച്ചു പറഞ്ഞുകൊണ്ടും ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് ജോണി സാറിനെ സ്വാഗതം ചെയ്യുന്നു. യെസ്, താങ്ക് യു അക്ഷയ്. നമ്മുടെ ഈ ഇന്നത്തെ ദിവസത്തിലെ പ്രധാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മളേവരും കാത്തിരിക്കുന്ന, നമുക്കറിയാം നമ്മളെല്ലാവരും മാധ്യമ പ്രവർത്തകരാവാൻ കാത്തിരിക്കുന്ന ആളുകളാണല്ലേ. ഇനി കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയേഴ്സും അല്ലെങ്കിൽ ജൂനിയേഴ്സും ഒക്കെയും ഈ പാത പിന്തുടരാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വിശിഷ്ട അതിഥിയാണ് നമുക്ക് ഇന്നിവിടെ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുകയാണെന്നും എനിക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നിവിടുത്തെ യൂണിയൻ ആൻഡ് ആർട്സ് ക്ലബ് ഇനോഗ്രേഷനായി എത്തിയിട്ടുള്ളത് ശ്രീ ജോണി ലൂക്കോസ് ആണ്. അദ്ദേഹം മനോരമ ന്യൂസിലെ ന്യൂസ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും പരിചിതമാണ്. കേരളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനും മനോരമ ന്യൂസ് ഡയറക്ടറുമായ ജോണി ലൂക്കോസ് ദീർഘകാല മാധ്യമ പരിചയവും വിശകലന മികവും കൊണ്ട് ശ്രദ്ധേയനാണ്.
മലയാള മനോരമയിൽ ജില്ലാ ലേഖകനായി തുടക്കം കുറിച്ച് ചീഫ് സബ് എഡിറ്റർ, ന്യൂസ് എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം രാഷ്ട്രീയ അഭിമുഖങ്ങളും തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗും ഉൾപ്പെടെ നിരവധി പ്രധാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2006 മുതൽ മനോരമ ന്യൂസിന്റെ ന്യൂസ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന അദ്ദേഹം മലയാള ടെലിവിഷനിലെ ഏറ്റവും ജനപ്രിയമായ കറണ്ട് അഫയേഴ്സ് അഭിമുഖം പരിപാടിയായ നേരെ ചൊവ്വയുടെ അവതാരകനാണ്. ഏകദേശം 750ഓളം എപ്പിസോഡുകൾ അവതരിപ്പിച്ച അദ്ദേഹം ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും പ്രധാന രാഷ്ട്രീയ സംഭവങ്ങളിലും മാധ്യമ പ്രതിനിധിയായി പങ്കെടുത്ത അദ്ദേഹം നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും കൂടിയാണ്. വിശ്വാസ്യതയും ഗൗരവവും നിറഞ്ഞ അവതരണ ശൈലിയാണ് ജോണി ലൂക്കോസ് എന്ന വ്യക്തിത്വത്തെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വത്തെ നമുക്ക് ഇന്നിവിടെ ലഭിച്ചതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തെ നമുക്ക് ഔദ്യോഗികമായി ഈ ചടങ്ങിലേക്ക് ഉദ്ഘാടനം ചെയ്യാനായി, ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാനായി നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ലിജിമോൾ പി ജേക്കബ്, പ്രിൻസിപ്പലിൻ്റെ സഹോദരൻ, എൻ്റെ സഹപ്രവർത്തകനാണ് മനോരമയിൽ. ഞാനിന്നൊരു പക്ഷേ ഇവിടെ വരുന്നതിനുള്ള വഴി അതാണ് എന്ന് വേണമെങ്കിൽ പറയാം. യൂണിയൻ ചെയർമാൻ അക്ഷയ് കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി കൃഷ്ണേന്ദു, ഇന്നിവിടെ സ്റ്റാഫ് അഡ്വൈസർ ജീവൻ, ആർട്സ് സബ് സെക്രട്ടറി, ആർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനം കൂടിയാണല്ലോ. അതിനെന്ത് ജിഷ മേരി ജോർജ്, പ്രിൻസിപ്പൽ സ്റ്റാഫ്, ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സവിശേഷതയുള്ള ഒരു മുഹൂർത്തമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സാധാരണഗതിയിൽ യൂണിയൻ ഇനാഗുറേഷനും ആർട്സ് ക്ലബിൻ്റെ ഇനാഗുറേഷനും ഒന്നിച്ച് നടത്താറില്ല. കാരണം യൂണിയൻ ചെയർമാനും ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറിക്കുമൊക്കെ അന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാന ആളാകാനുള്ള 2 അവസരങ്ങൾ ഒന്നിച്ച് ചേർക്കാറില്ല. പിന്നെ ഇന്നാണെങ്കിൽ മെരിറ്റ് അവാർഡ് കൂടിയാണ്. മെരിറ്റ് അവാർഡിൽ വാങ്ങാൻ വന്ന ആളുകളുമുണ്ട്. ഞാൻ കുറേ വർഷത്തേക്ക് എൻ്റെ ചിന്ത ഇങ്ങനെ പിന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ തന്നെ വളരെ അടുത്തുള്ള കോട്ടയം CMS കോളേജിൽ ഞാൻ യൂണിയൻ ചെയർമാനായിരുന്നു ഒരു 10-40 വർഷം മുമ്പ്. അന്ന് ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം എന്ന് പറയുന്നത്, ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആയതിനു ശേഷം അടുത്ത കോളേജ് ഡേയിൽ ഞാൻ ആ കോളേജിൽ നിന്ന് MAക്ക് ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആൾക്കുള്ള സ്കോളർഷിപ്പ് അവാർഡ് വാങ്ങാനായിട്ട് ആ കോളേജ് ഡേക്ക് ചെന്നതാണ്. സാധാരണഗതിയിൽ അന്ന് പഠിക്കുന്നത് പഠനത്തിൻ്റെ കൂടെ നിങ്ങൾക്കിവിടെ SFIയും KSU എല്ലാവരും കൂടെ ചേർന്ന് മത്സരമൊന്നുമില്ലാത്ത ഒരു സങ്കര യൂണിയനാണ്. അപ്പോൾ അത് സന്തോഷകരമാണ്. പക്ഷെ അതങ്ങനെയല്ല, വളരെ മത്സരം ഉള്ള ഒരു വലിയ മത്സരത്തിന് ശേഷമുള്ള കോളേജ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് വാശിയോടുകൂടി ഒത്തിരി പരിപാടികളൊക്കെ നടത്തേണ്ടതുണ്ട്. കുറച്ചൊക്കെ നമ്മളെ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ സമയം നമുക്കതിന് ചെലവിടേണ്ടി വരും. എന്നിട്ടും എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് അടുത്ത വർഷം ആ കോളേജ് ഡേ, ആദ്യത്തെ കോളേജ് ഡേ ഞാൻ ചെയർമാനായിട്ട് നടത്തുന്നു. അടുത്ത വർഷത്തെ കോളേജ് ഡേയിൽ ഞാൻ ആ അവാർഡ് വാങ്ങാൻ വേണ്ടി ചെല്ലുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കിയ ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലേ എന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ഈ പിയർ ഗ്രൂപ്പിൻ്റെ മോട്ടിവേഷൻ എന്തിനാണ് ഉണ്ടാവേണ്ടത് എന്ന ചിന്തയാണ്. പലപ്പോഴും നമ്മൾ വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്നൊക്കെ വിളിക്കാൻ വേണ്ടി, മത്സരിക്കാൻ വേണ്ടി, പരസ്പരം ആക്ഷേപിക്കാൻ വേണ്ടി, നമ്മളുടെ ഓരോരുത്തരുടെയും ശക്തി കാട്ടാൻ വേണ്ടിയൊക്കെയാണ് നമ്മുടെ ഊർജ്ജം കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷേ പിയർ ഗ്രൂപ്പ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് തയ്യാറെടുക്കുന്ന കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ പടികളും കയറുന്നതിന് എത്രത്തോളം അത് സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഡൽഹി IITയിലൊക്കെ ആ സമയത്ത് എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഡൽഹി IITയിലൊക്കെ പഠിക്കുന്നവരുണ്ടായിരുന്നു. ഞാൻ അവരുടെ ക്യാമ്പസിൽ ചെല്ലുമ്പോൾ കാണുന്നത് അവർ ഒരുമിച്ച് സിവിൽ സർവീസ് പരീക്ഷയ്ക്കൊക്കെ അവർ പിയർ ഗ്രൂപ്പിലെ ആളുകളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ നല്ല തയ്യാറെടുപ്പാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും കൊടുക്കുകയും എല്ലാം ചെയ്തിട്ട്, ശരിക്കും പറഞ്ഞാൽ പിയർ ഗ്രൂപ്പിൻ്റെ ഒരു മോട്ടിവേഷൻ ഇത്തരം ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം
നമുക്ക് കുറച്ചും കൂടെ വിസിബിലിറ്റി കൂടുതലുള്ള ഒരുതരം നശീകരണ വാസനകൾ പ്രതിഫലിപ്പിക്കുന്ന തലത്തിലേക്ക് പിയർ ഗ്രൂപ്പ് മോട്ടിവേഷൻ പലപ്പോഴും പോകുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അത് കോളേജ് യൂണിയൻ്റെ ഒരു പ്രവർത്തന ശൈലിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കോളേജ് യൂണിയൻ എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ഏറ്റവും വലിയ അതിൻ്റെ സാമൂഹികമായിട്ടുള്ള പ്രസക്തി എന്ന് പറയുന്നത് ഈ ജാതി മത ദേശഭേദങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയോ കീഴിൽ അണിനിരക്കുന്നു എന്നതായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും കൂടുതലായിട്ട് ജാതി ചിന്തകളും ഈ ഭേദചിന്തകളും ദേശചിന്തകളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് ഈ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും എല്ലാം അതിന് വലിയ സംഭാവന നൽകുന്നതുമുണ്ട്. ഒറ്റ വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഐഡിയോളജീസ് ആർ ഔട്ട്, ഓൾ ഐഡൻറ്റിറ്റീസ് ആർ ഇൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കെല്ലാം ഇപ്പം നമ്മുടെ ഐഡിയോളജിക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച സമുദായമാകാം, അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീ എന്നുള്ള ഐഡൻറ്റിറ്റി ആവാം, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഐഡൻറ്റിറ്റി ആവാം, ഏത് പ്രദേശക്കാരനാണെന്നുള്ള ഐഡൻറ്റിറ്റി ആവാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരു ഐഡിയോളജിയിൽ ഒരുമിച്ച് നിന്ന ഒരു കാലത്തെ ആണ് ഞാനൊക്കെ പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും നിങ്ങൾ ഈ വലിയ ഐഡിയോളജിക്കലായിട്ടുള്ള വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ ഒരുമിച്ചൊരു യൂണിയൻ ആയിട്ട് ഇവിടെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതിലും എനിക്ക് ശരിക്കും സന്തോഷമുണ്ട്. കാരണം അത്യാവശ്യമായി നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ എല്ലാം ചെയ്യുമ്പോഴും നമുക്കൊരു ജീവിതമുണ്ടല്ലോ, നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, അതും കൂടെ നമ്മൾ കൂടെ കൊണ്ടുപോകണമല്ലോ. പഠിക്കാനല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വിദ്യാലയങ്ങളിൽ വരുന്നത്? അപ്പോൾ അത് പഠിക്കാൻ മാത്രമാണെന്ന് ഞാൻ പറയുകയല്ല. പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു പക്ഷേ അവിടെ നിന്ന് പറ്റിപ്പിടിക്കുന്നതാവും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ പറ്റിപ്പിടിക്കുന്നതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ഈ ജനാധിപത്യ പ്രക്രിയയിൽ കിട്ടുന്ന ഒരു പരിശീലനവും ഈ ജാതി ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യവും ഈ ജനാധിപത്യം എന്ന് പറയുന്ന മഹത്തായ സംവിധാനത്തെ നിലനിർത്തേണ്ടതിന് നമുക്കൊക്കെയുള്ള ഒരു ഉത്തരവാദിത്വവും അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് പകർന്നു കിട്ടുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നു, ഈ പഠനം എന്ന് പറയുന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയല്ലേ. ഇവിടെ ഇന്ന് മെറിറ്റ് അവാർഡ് വാങ്ങുന്ന കുട്ടികളുണ്ട്, നന്നായി പഠിച്ച് ഏറ്റവും മാർക്ക് വാങ്ങിയ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മെറിറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് മെറിറ്റ്? നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക പരീക്ഷയ്ക്ക് കൃത്യമായ ഉത്തരങ്ങൾ കൊടുത്ത് ഏറ്റവും മുന്നിൽ വന്നതുകൊണ്ടോ മാത്രം നമ്മളുടെ മെറിറ്റ് ആവുന്നില്ല. അതിനുശേഷമുള്ള നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ചില തിരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുക. ഞാൻ ഒന്നും കൂടെ അടിവരയിട്ട് പറയട്ടെ, തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ മോർ ദാൻ ദ ടാലൻസ് ദാറ്റ് യു ഹാവ്, ദ ചോയ്സ് ദാറ്റ് യു ആർ ഗോയിങ് ടു മേക്ക്, ദാറ്റ് ഈസ് ഗോയിങ് ടു ഡിറ്റർമിൻ യുവർ ലൈഫ്, യുവർ ഫ്യൂച്ചർ. അതിന് എനിക്കൊരു സംശയവുമില്ല. നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഏത് രംഗം തിരഞ്ഞെടുക്കുന്നു, നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാണോ തിരഞ്ഞെടുക്കുന്നത്. അതിന് മറ്റാരുടെയും സമ്മർദ്ദം ഒരിക്കലും നിങ്ങളുടെ മേലുണ്ടാവാൻ അനുവദിക്കുക തന്നെ ചെയ്യരുത്. ആ തിരഞ്ഞെടുപ്പാണ് ഇനി ഏറ്റവും പ്രധാനം. രണ്ടാമതൊരു കാര്യം, ഈ മെറിറ്റ് അവാർഡ് നിങ്ങളിപ്പം വാങ്ങിയതിന് ശേഷം പിന്നീട് ഈ എക്സലൻസ് എന്ന് പറയുന്നത് ഇന്നിപ്പം വളരെ വളരെ വലിയ മത്സരമുള്ള ഒരു കാലമാണെന്ന് നിങ്ങൾക്കറിയാം. കോമ്പറ്റീഷൻ വളരെ അതിക്രമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ എക്സലൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തുടർ പരിശ്രമമാണ്. ആ തുടർ പരിശ്രമം എത്രത്തോളം ഉണ്ടാവും എന്നതാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുക. അപ്പോൾ നിങ്ങളെ മുമ്പിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നോക്കിക്കൊള്ളുക. യേശുദാസ്, നമുക്ക് അതിനേക്കാൾ വലിയൊരു ഗായകനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഈ തലമുറയ്ക്ക് കഴിയാത്ത തരത്തിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ദൈവ സാന്നിധ്യം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സാന്നിധ്യമായി കാണുന്ന ഒരു ശബ്ദം. ആ ശബ്ദത്തിൻ്റെ ഉടമയായ യേശുദാസ് 86 വയസ്സിലും എവിടെ ഇരുന്നാണെങ്കിലും സാധകം ചെയ്യും. മമ്മൂട്ടിയെ പോലൊരു നടൻ, അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് 10 തവണ കിട്ടി, നാഷണൽ ദേശീയ അവാർഡ് 3 തവണ കിട്ടി, പത്മഭൂഷൺ. അപ്പോൾ അദ്ദേഹം പറയും, ഇപ്പോഴും അദ്ദേഹം നോക്കുന്നത് ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിക്കുമ്പോൾ ഒരു ജന്മനായുള്ള സിദ്ധിക്ക് അപ്പുറത്ത് എനിക്കൊരു സിദ്ധി ഉണ്ടെങ്കിൽ അത് തേച്ചുകൊണ്ട് ഞാനിരിക്കുന്നു, തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുന്നു, ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും എന്നുള്ള ആ ഒറ്റ വിചാരത്തിലാണ് അദ്ദേഹം തുടർന്നു പോകുന്നത്. ചിത്ര, ഞാൻ ഏത് ലൈവ് വേദിയിലും ആ സംഗീതത്തിൻ്റെ നോട്ടൊക്കെ ഇത്രയും കൃത്യമായിട്ട് വീഴുന്ന മറ്റൊരു ഗായിക ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പലർക്കും ഈ വേദികളിൽ കൃത്യമായിട്ട് പാടുമ്പോൾ ആ നോട്ടും ശ്രുതിയും ഒന്നും കൃത്യമായി കിട്ടില്ല. പക്ഷേ ചിത്രയ്ക്ക് അത് വളരെ കൃത്യമായി ഇപ്പോഴും കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ ആ ചിത്രയെ ആദ്യത്തെ ഗാനമേളയിലൊക്കെ പാടുമ്പോൾ ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടുണ്ട്. ആദ്യത്തെ 2-3 പാട്ടുകളൊക്കെ പാടുമ്പോൾ ചിത്രയുടെ കൈയൊക്കെ ഇങ്ങനെ തണുത്ത് മരവിക്കും. അത് ടെൻഷൻ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ ടെൻഷൻ? ഇത്രയും വേദികളിൽ പറഞ്ഞ് ഈ ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും എല്ലാ അവാർഡുകളും വാരിക്കൂട്ടിയ ചിത്രയ്ക്കും
ആ പരിപാടി നന്നാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഈ ടെൻഷൻ. അതൊരു തുടർ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ആ പരിശീലനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. MT വാസുദേവൻ നായർ പറയും, അദ്ദേഹം ഇപ്പോഴും എന്തെഴുതാനിരുന്നാലും 8ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനിരിക്കുന്ന ഒരു കുട്ടിയുടെ അദ്ദേഹം ഒരു കൃതി എഴുതാൻ, ഒരു ചെറുകഥ എഴുതാൻ അത് മേശയുടെ മുമ്പിൽ കടലാസും പേനയുമായിട്ട് ഇരിക്കുമ്പോൾ 8ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയുടെ മനോഭാവമാണ്. ആ പരീക്ഷ എഴുതി എങ്ങനെ വിജയിക്കും, എത്രയോ നോവലുകൾ എഴുതി ജ്ഞാനപീഠം കിട്ടി എന്നതൊന്നുമല്ല. ആ തുടർ പരിശ്രമം എന്ന് പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഏത് രംഗത്ത് നമ്മൾ നോക്കിയാലും ആ തുടർ പരിശ്രമമാണ്. ഞാനും ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് 20 വർഷമായിട്ട് ഞാൻ അഭിമുഖങ്ങൾ ടെലിവിഷന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് പത്രത്തിന് വേണ്ടി ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരു പുതിയതായിട്ടൊരു അഭിമുഖം എടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് ഞാൻ അത്രത്തോളം പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിന് എത്രത്തോളം തയ്യാറെടുക്കണം, ഞാൻ കൃത്യമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുനിന്ന് മിസ് ചെയ്യുന്നുണ്ടോ, അവിടെയുള്ള എൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള സഹപ്രവർത്തകരോടും എല്ലാം ഞാൻ ചോദിക്കും. എങ്ങനെ ഇവരെ എന്താണ്, നമുക്ക് ഇവരോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എനിക്കറിയാവുന്നതിലപ്പുറം നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാമായിരിക്കും. അങ്ങനെ ചർച്ച ചെയ്തിട്ടാണ്. അപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ തയ്യാറെടുക്കാൻ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ പരാജയപ്പെടാൻ തയ്യാറെടുക്കുക എന്നാണ് അർത്ഥം. അത് മെറിറ്റ് അവാർഡ് വാങ്ങിയത് കൊണ്ട് മാത്രമാവുന്നില്ല. തുടർ പരിശ്രമം ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. പിന്നൊന്ന് നിങ്ങളുടെ ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടാലൻറ്റ് കൊണ്ടും നമ്മളുടെ ഈ പഠന മികവ് കൊണ്ടും ഒക്കെ പല പല വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടും. പക്ഷെ ആ വാതിലുകളൊക്കെ തുറന്ന് കിട്ടി അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ള നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ ഈ ക്യാരക്ടറിനെ കൂടെ ആശ്രയിച്ചിരിക്കും. എത്രത്തോളം നിങ്ങളുടെ ക്യാരക്ടർ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഒരു പഴയ സുവിശേഷ പ്രസംഗം പോലെയാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ക്യാരക്ടർ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളുമോ എന്നൊക്കെ ഉള്ളത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും നിങ്ങളെ വിലയിരുത്തുന്നവർ നോക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ ഈ ഗ്ലാസ്സിലിരിക്കുന്ന ഈ വെള്ളത്തിൽ ഒരു ചെറിയ പ്രാണി വീണാൽ ആ വെള്ളത്തിൻ്റെ നിറത്തിനോ അതിൻ്റെ മണത്തിനോ അതിൻ്റെ രുചിക്ക് പോലും ഒരു മാറ്റം വരുന്നില്ല. എങ്കിലും പക്ഷെ നിങ്ങൾ ആ വെള്ളം കുടിക്കില്ല. അതിൻ്റെ അർത്ഥം അതിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ശുദ്ധിയാണ്. ആ ശുദ്ധി ഇല്ലെങ്കിൽ ഈ വളരെ വളരെ മികവോടെ മുമ്പോട്ട് വന്ന ആളുകളുടെ ഒക്കെ ഭാവി എന്താകുമെന്നുള്ളത്. അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവിന് വളരെ ഭാവിയുണ്ട് എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏറ്റവും മിടുക്കനായി IAS പരീക്ഷയിൽ റാങ്ക് വാങ്ങി വന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സർവീസിലുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയർ എത്രത്തോളം മുന്നിലോട്ട് പോകേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടുണ്ടായ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് മനുഷ്യൻ്റെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഒരുപക്ഷെ അദൃശ്യമായി നിങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ മെറിറ്റ് വാങ്ങിയ ആളുകളും ഈ തുടർ പരിശ്രമത്തിൻ്റെയും ക്യാരക്ടറിൻ്റെയും ഒക്കെ കാര്യമൊന്ന് മനസ്സിൽ വെക്കണം എന്ന് മാത്രം എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്നുകൂടി ഞാൻ പറയുകയാണ്. കാരണം ഞാനും താമസിക്കുന്നത് ഒരുപാട് വർഷമായിട്ട് ഞാൻ കൊച്ചിയിലും അതിന് മുമ്പ് തിരുവനന്തപുരത്തുമൊക്കെ ആണെങ്കിലും ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ അതിരമ്പുഴയാണ് എൻ്റെ സ്ഥലം. വളരെ സാധാരണമായ ഒരു കുടുംബ സാഹചര്യത്തിൽ നിന്ന് വന്നയാളാണ്. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് മുന്നോട്ട് വന്ന ഒരാളല്ല. പക്ഷെ ആ സാഹചര്യങ്ങളൊന്നും എനിക്കൊരു പ്രതിബന്ധമായിരുന്നില്ല എന്നുള്ളത് നിങ്ങളോടൊന്ന് പറയുന്നതിനോ ആ ഒരു ജീവിതാനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. ഈ ജേർണലിസത്തെ കുറിച്ചിട്ട് എനിക്ക്, നിങ്ങൾ ജേർണലിസത്തിൻ്റെ സ്റ്റുഡൻസും ആയതുകൊണ്ടുകൂടെ ഇപ്പോൾ ഒരുപാട് പേര് ഇതൊരു വളരെ മഹത്തായ തൊഴിലാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാലമാണ്. അത് നമുക്ക് തന്നെ തോന്നാം. സോഷ്യൽ മീഡിയയൊക്കെ വന്ന് അവരുടെ ഏറ്റവും പ്രധാന ശത്രുവായി ഒരുപക്ഷെ അവർ മാർക്ക് ചെയ്തിരിക്കുന്നത് തന്നെ ഈ മെയിൻ സ്ട്രീം മീഡിയയാണ്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒന്നു ചേർന്ന് എതിർക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നായിട്ട് മാധ്യമങ്ങളെ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു മഹത്തായ തൊഴിലല്ലാതാവുന്നുണ്ടോ? നിങ്ങൾ നോക്കുക, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. അന്ന് ഈ പറഞ്ഞ ഈ കേരളത്തിലെ ഒരു 2-3 തലമുറയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകന്മാരും സിനിമ പ്രവർത്തകരും അവരും എല്ലാം ആയിട്ട് തുല്യ നിലയിൽ ബന്ധപ്പെടാനും തുല്യ നിലയിൽ തന്നെ പെരുമാറാനും അതുപോലെ ഈ ഇവിടെ ഉണ്ടാകുന്ന എന്ത് കാര്യത്തിനും എൻ്റേതായിട്ടുള്ള ഒരു വീക്ഷണത്തിലൂടെ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ചില
ചില ചിന്തകളോ ആശയങ്ങളോ മുന്നിലേക്ക് ഇടാനും ഒക്കെ ഈ പറഞ്ഞ വലിയ തൊഴിൽ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് കഴിഞ്ഞത്. ഒരു പക്ഷേ കുറച്ച് അറിയപ്പെടുന്ന ഒരാളായതും ഞാൻ ഈ തൊഴിലിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ നമുക്ക് വലിയ ഒരു ക്യാൻവാസ് തുറന്നു തരുന്ന ഒരു മഹത്തായ ഒരു പ്രൊഫഷനായിട്ട് തന്നെ ഇത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഓർക്കണം. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റോറി എന്ന് പറയും, എല്ലാ ജേർണലിസ്റ്റിൽ ചെയ്യുന്നത്, നമ്മളൊരു സ്റ്റോറി ചെയ്യുന്നു എന്നാണ് പറയുക. ഒരു വാർത്ത ചെയ്യുന്നതിന് സ്റ്റോറി ചെയ്യുന്ന പറയും. ഇപ്പോൾ പലപ്പോഴും ശരിയാണ്, നമുക്ക് സ്റ്റോറി മിസ്സിങ് ആണ് എന്ന് തോന്നുന്നു. കാരണം ജേർണലിസം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കണ്ടൻറ്റ് പലപ്പോഴും അതിനകത്ത് നിന്ന് മിസ്സിങ് ആണ്. നിങ്ങളിപ്പോൾ അപ്പുറത്ത് നിന്ന് LDFൽ ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞു, UDFൽ ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞു, MV ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു, അതിനപ്പുറത്ത് നിന്ന് VD സതീശൻ ഇങ്ങനെ പറഞ്ഞു. രണ്ടും അവർ പറഞ്ഞതിന് വലിയ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കുമ്പോൾ ഇതിന് ഇടയിൽ എന്താണ് വാസ്തവം എന്നുള്ളത് കൃത്യമായി ഇപ്പോൾ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. ഇവരിൽ ഒരാൾ പറയുന്നത് ശരിയും ഒരാൾ പറയുന്നത് സത്യവുമാകാം, അല്ലെങ്കിൽ ഈ സത്യം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഇടയ്ക്കാവാം. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് പറയുന്നതിൽ മാധ്യമങ്ങൾ ഇപ്പോൾ പിന്നോട്ട് പോയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു എന്നതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ വിഷ്വലിൽ നിന്ന് തന്നെ കാണാമെങ്കിലും എന്തുകൊണ്ട് സംഭവിച്ചു, അല്ലെ വൈ കമ്പോണൻ്റ് എന്ന് പറയില്ല, ആ വൈ കമ്പോണൻറ്റും ആ ഹൗ കമ്പോണൻറ്റും ആ കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റോറിയിൽ മിസ്സിങ് ആണ്. അപ്പോൾ ജേർണലിസം എന്ന് പറയുന്നത് ശരിക്കും ഒരു കണ്ടൻറ്റ് ക്രിയേഷൻ മാത്രമല്ല. ജേർണലിസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവണം ഓരോ സ്റ്റോറിക്കും. എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റും പെർസ്പെക്റ്റീവും ഉണ്ടാകുമ്പോഴേ ശരിക്കും ഒരു സ്റ്റോറി എന്ന് പറഞ്ഞൊരു വാർത്ത അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് വേണ്ടതല്ലേ എന്ന് ചോദിക്കാം. 100% ഒബ്ജക്റ്റിവിറ്റി വേണ്ടതാണ്. പക്ഷേ ആ ഒബ്ജക്റ്റിവിറ്റിക്ക് വേണ്ടി ഉള്ള നമ്മളുടെ ശ്രമത്തിൽ പോലും അതിനകത്തെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ആ എലിമെൻറ്റ് ഡ്രെയിൻ ചെയ്ത് പോകരുത് എന്ന് ഞാൻ പറയും. ആത്യന്തികമായിട്ട് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണേണ്ടത്. അപ്പോൾ ആ മനുഷ്യത്വം ചോർന്നു പോകുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മൾ വസ്തുനിഷ്ഠമാകാനുള്ള ശ്രമത്തിനിടയിൽ പോലും ഈ നമ്മളുടെ ഈ മനുഷ്യത്വം ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കുക കൂടി വേണം ജേർണലിസം വിദ്യാർത്ഥികൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് അവർ ആദ്യമൊക്കെ വളരെ എംപവറിങ് ആയിരുന്നു. ഇപ്പം നമുക്ക് മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാകുന്നു, ഒരുപക്ഷെ ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികളെ താഴെ ഇറക്കാൻ വലിയൊരു ഉപകരണമായിട്ട് സോഷ്യൽ മീഡിയ മാറുന്നു. അതിനൊക്കെ ശേഷം നമ്മൾ കണ്ടത് ഈ ശക്തരായ ഭരണാധികാരികൾ തന്നെ മൈക്രോ ടാർഗറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭക്തസംഘമുണ്ട്. ആ ഭക്തസംഘം എന്ന് പറയുന്നത് ഫേസ്ബുക്കിലോ ഒക്കെ വലിയ ആരാധക, ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ വലിയ ആരാധക വൃന്ദമുള്ള വലിയ നേതാക്കൾ. അവർക്ക് ഒരുപക്ഷെ നമ്മളുടെ ഒരു ഗ്രൂപ്പിനുണ്ടാവുന്നതിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണ് അവരുടെ ആരാധക വൃന്ദം. അത് വെച്ചിട്ട് അവരെ എതിർക്കുന്നവരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. നിങ്ങൾക്കറിയാം, ചിലപ്പോഴൊക്കെ റൂൾ ഓഫ് നോയിസ് ആണെന്ന് തോന്നും. ഒരു ദിവസം സുപ്രീം കോടതിയിൽ 2 അഭിഭാഷകർ ഹെയ്റ്റ് സ്പീച്ചിനെ പറ്റി 3-4 അഭിഭാഷകർ ഒരുമിച്ച് ശബ്ദമുയർത്തിയപ്പോൾ കോടതി തന്നെ ചോദിച്ചു, ഇതെന്താണ് മാധ്യമങ്ങളെപ്പോലെ റൂൾ ഓഫ് നോയിസ് ആണോ എന്ന് ചോദിച്ചു. അർണാബ് ഗോസ്വാമിയുടെയൊക്കെ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നത് രാവണ സ്കൂൾ ഓഫ് ജേർണലിസം എന്നാണ്. കാരണം 10 തലകൾ ഇങ്ങനെ ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും ഒരേ സമയം. എന്താണ് പറയുന്നതെന്നും ആർക്കും മനസ്സിലാവില്ല, ആരുടേതും മ്യൂട്ട് ചെയ്യുകയുമില്ല. അങ്ങനെ ഉള്ള ഒരു സമയത്ത് ഇപ്പോൾ ഈ നുണകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് നമ്മുടെ അരിശം, ഇമോഷൻസ്, ഈ ലേസ്ഡ് വിത്ത് ആങ്കർ ഇമോഷൻസ് ക്യാൻ സ്പ്രെഡ് ഫാസ്റ്റർ ദാൻ ഫാക്ട്സ് ഓർ ട്രൂത്ത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് റിവാർഡ് കിട്ടുന്നത് എപ്പോഴും സ്പീഡ്, ഔട്ട്റേജ്, സെൻസേഷൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് റിവാർഡ് കിട്ടുക. അല്ലാതെ വെറുതെ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യമോ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞതുകൊണ്ടൊന്നും നമുക്ക് അവിടെ നിന്ന് ലൈക്കും ഡിസ്ലൈക്കും ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ ചില മാധ്യമപ്രവർത്തകർ തന്നെ ഈ ലൈക്കിൻ്റെ ഒക്കെ അടിമകളായിട്ട് പോകും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളൊരു സിനിമയിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ നമ്മൾ നിൽക്കാവുള്ളൂ, അതൊരു മെയിൻ നറേറ്റീവ് അല്ല. അപ്പം നമ്മൾ അതിനെ എത്രത്തോളം നമ്മൾ അതിൽ വീണു പോകാമെന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലൈക്ക് കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ ആ ലൈക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ എന്നിലെ
വസ്തുനിഷ്ഠതയുള്ള ആ ജേർണലിസ്റ്റ് ശരിക്കും മരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി ജേർണലിസ്റ്റുകൾ ഇപ്പോഴുണ്ട് എന്നത് വാസ്തവമാണ്. കാരണം അതിന് സ്പീഡും അതിൻ്റെ ഒരു ഔട്ട്റേജും സെൻസേഷനും ഒക്കെയാണ് റിവാർഡ് ചെയ്യപ്പെടുന്നത്. ഇൻസ്റ്റൻറ്റ് ഒപ്പീനിയൻസും ഈസി സൊല്യൂഷൻസുമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ എളുപ്പമല്ല. ഇപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ സ്വർണത്തിൻ്റെ ശേഖരമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ശേഖരം അവിടെ വെച്ചിരിക്കുന്നത്? അത് എടുത്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെയോ വലിയ പള്ളികളിലെയോ അത് ഒരു ഈസി സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയില്ല ഈ സാമൂഹിക വ്യവസ്ഥിതിയിൽ എന്ന് ആലോചിക്കാതെയാണ് അത്തരം ഈസി സൊല്യൂഷനിലേക്ക് പറയുന്നത്. പിന്നെ എപ്പോഴും സോഷ്യൽ മീഡിയ അവർ പനിഷ്മെൻറ്റ്, റിവഞ്ച് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക, സോഷ്യൽ മീഡിയ നറേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കറക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി അവർ നിലകൊള്ളുന്നുണ്ടോ എന്ന് നോക്കുക. കറക്ഷൻ, നമുക്ക് എന്ത് സംഭവിച്ചാലും അതിന് കറക്ഷൻ എന്ന് പറഞ്ഞൊരു എലിമെൻ്റ് ഉണ്ട്. പക്ഷേ ആ കറക്ഷൻ എന്നുള്ള എലിമെൻറ്റിലേക്ക് പോകാതെ അതിനെ പനിഷ് ചെയ്യണം, അതിന് റിവഞ്ച് ചെയ്യണം എന്നുള്ള നിലയിൽ മാത്രമാണ് സോഷ്യൽ മീഡിയ പലപ്പോഴും പോവുക. അതുകൊണ്ട് ആ ഇൻസ്റ്റൻറ്റ് ഒപ്പീനിയനും ഈസി സൊല്യൂഷൻസും ഒക്കെ ഇങ്ങനെ നിരന്തരം സൃഷ്ടിച്ചു വിടുന്ന സോഷ്യൽ മീഡിയയോട് കൂടി മത്സരിക്കുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ ഇപ്പോഴത്തെ മാധ്യമരംഗം നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടി ഇരിക്കുന്നു. അപ്പോൾ പ്രൈവറ്റായിട്ടുള്ള പ്ലാറ്റ്ഫോംസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സ്പിയറിലെ പ്രധാനപ്പെട്ട ചർച്ചകളെയൊക്കെ ഇപ്പം നിയന്ത്രിക്കുന്നത്. അതായത് ഇപ്പോൾ ഗൂഗിൾ ആയാലും മെറ്റ ആയാലും അവരെല്ലാം പ്രൈവറ്റായിട്ടുള്ള പ്ലാറ്റ്ഫോംസാണ്. ടെക്നോളജി കമ്പനി എന്നാണ് അവർ തന്നെ പറയുന്നത്. അവർക്ക് കണ്ടൻറ്റ് അവരായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മളെല്ലാം ഇടുന്ന കണ്ടൻറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെ മാറി നിന്നുകൊണ്ട് തന്നെ അവരൊരു പ്രൈവറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ പബ്ലിക് സ്പിയറിലെ എല്ലാത്തരം ചർച്ചകളെയും അവർ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവരൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ടല്ല അവർ നിൽക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻട്രാക്ഷൻസ് ബ്രോക്കർ ചെയ്യുന്ന ആളുകളായിട്ട് തന്നെയാണ്, ബ്രോക്കേഴ്സാണ് അവർ. ടെക്നോളജി കമ്പനി എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് യാതൊരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വവും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ പ്രൈവറ്റ് പ്ലാറ്റ്ഫോം നിന്നുകൊണ്ട് പബ്ലിക് സ്പിയറിലെ എല്ലാ നറേറ്റീവ്സിനെയും അവർ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് എതിരെ സെൻസർഷിപ്പ് ബൈ നോയിസ് എന്ന് പറയും. അത് മുമ്പൊക്കെ നമുക്ക് സർക്കാരായിരുന്നു നമ്മുടെ ചില കാര്യങ്ങളിൽ സെൻസർഷിപ്പ് കൊണ്ടുവന്നിരുന്നെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പേര് ഒരുമിച്ച് കൂടി നിന്ന് ഒച്ച വെച്ചാൽ മതി. അത് സെൻസർഷിപ്പ് ബൈ നോയിസ് എന്നാണ് അതിന് പറയുക. അതുപോലെ നിങ്ങളെ ഡിഫൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചാനലിലെ ആങ്കറോ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനോ ഏതെങ്കിലും കാര്യത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവനെ നിശബ്ദനാക്കാൻ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആയുധമാണ് കുറേ ആളുകൾ ചേർന്ന് അവനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ആക്ഷേപിക്കുക, അവൻ്റെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് പോവുക, അവൻ അതിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ നിലപാടുകൾ പഠിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ആലോചിക്കുക, ചിന്തിക്കുക എന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതാണ് ആ സെൻസർഷിപ്പ് ബൈ നോയിസ് ഉണ്ട്, സെൻസർഷിപ്പ് ബൈ ഡിഫമേഷനുണ്ട്. അതിൻ്റെ അങ്ങനെ ആ തരത്തിലേക്കാണ് ഈ എന്താണ് നമ്മൾ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നതും പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നതും ഓൾട്ടർനേറ്റീവ് ന്യൂസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അടുത്ത കാലത്ത് പുതിയ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഫേക്ക് ന്യൂസും ഈ ഓൾട്ടർനേറ്റീവ് ന്യൂസും പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന കാലവുമൊക്കെ വന്നപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ പറയുമായിരുന്നു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയായിരുന്നു. ഏത് കാര്യത്തിലായാലും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആ തിയറി അങ്ങ് മാറിയിട്ട് ഇപ്പോൾ സർവൈവൽ ഓഫ് ദ ഷെയിംലെസ് എന്നാണ് പറയേണ്ടത്. ലജ്ജാനാശം വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈറലാകാൻ വളരെ എളുപ്പമാണ്. എന്തിനും ആളുകൾ നോക്കുന്നത് എങ്ങനെ വൈറലാകാമെന്നാണ്. സോ ദേ ആർ ടോട്ടലി അൺകൺസേൺഡ് അബൌട്ട് വാട്ട് ഇറ്റ് ടേക്സ് ടു ബി വൈറൽ. ആ വൈറലാകാൻ വേണ്ടി ചെയ്യുന്നതിന് എന്താണെന്നോ അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്നോ ഒന്നും അവർ ചിന്തിച്ചിട്ടില്ല. വൈറലാവണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ വൈറൽ ആകുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ഈ പറഞ്ഞ സോ കോൾഡ് സർവൈവൽ ഓഫ് ദ ഷെയിംലെസ് എന്ന് പറഞ്ഞല്ലോ, അത്തരം ആളുകളുടെ ഇടയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അന്നേരമാണ് നമ്മൾ വേണ്ടത് റിഗറസ് ആൻഡ് റിലൻറ്റ്ലെസ് ജേർണലിസം എന്ന് ഞാൻ പറയും. റിഗറസ് ആൻഡ് റിലൻറ്റ്ലെസ് ജേർണലിസം എളുപ്പമല്ല എന്നുള്ളത് അറിയാം, എങ്കിലും നമുക്കത് കഴിയുമെന്നുള്ളതാണ്. റെസ്പോൺസിബിൾ ജേർണലിസം അത് നമുക്ക് കഴിയില്ലേ? പ്രൊഫഷണലായിട്ടുള്ള ജേർണലിസം നമുക്ക് കഴിയില്ലേ? അതിനെന്തൊക്കെയാണ് വേണ്ടത്? ഗേറ്റ് കീപ്പിംഗ് വേണം, ഫാക്റ്റ് എന്ന് പറയുന്ന ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് വേണം. അതുപോലെ വെരിഫിക്കേഷൻ വേണം, ഒരു ബാലൻസ് വേണം. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിലമതിക്കപ്പെടുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം.
തീർച്ചയായിട്ടും നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലെ വലിയ തരത്തിലുള്ള താരപരിവേഷമുള്ള ആളുകളൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നവരാവില്ല. പക്ഷേ ഞാൻ മുമ്പ് ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആ ആത്യന്തികമായിട്ട് അവർ ബഹുമാനിക്കപ്പെടുന്നുണ്ട്, അവരെ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇപ്പോഴീ കാണുന്ന തരത്തിലുള്ള ഈ ടെലിവിഷൻ ചാനലിലൊക്കെ കാണുന്ന പ്രത്യേകതരം വാർത്തയെ തന്നെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു തമാശാക്കിക്കൊണ്ട് പോകുന്ന കാര്യങ്ങൾ വളരെ മസിൽ പിടിച്ച് ഗൗരവത്തോടു കൂടി മാത്രം പറയണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ട്രിവിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത് പോലത്തെ പ്രവണതകൾ മാറി ഇപ്പോൾ അവരെ അന്വേഷിച്ച് തുടങ്ങി. അതായത് ഗൗരവമുള്ള വിഷയങ്ങൾ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആങ്കേഴ്സിനെയും ജേർണലിസ്റ്റുകളെയും അന്വേഷിച്ച് തുടങ്ങി. ഇതൊക്കെ ഒരു സൈക്കിളാണ്. ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയയുടെ വിസ്ഫോടനം വന്ന് അതിൻ്റെ ഒരു സ്വാധീനത്തിൽപ്പെട്ട് ആ വലയത്തിലേക്ക് പോയ കുറച്ച് ജേർണലിസ്റ്റുകളും ആങ്കേഴ്സും ഒക്കെ 100% വ്യത്യസ്തമായ ഒരു സരണിയിലേക്കാണ് പോയെങ്കിൽ ഇനിയും ഈ പറഞ്ഞ ഗൗരവമുള്ള ഞാൻ ഈ പറഞ്ഞ ഗേറ്റ് കീപ്പിങ്ങും ഫാക്ട് ചെക്കിങ്ങും വെരിഫിക്കേഷനും ബാലൻസും ഒക്കെ നോക്കുന്ന നല്ല ജേർണലിസ്റ്റുകളെ തേടി കാലം വരുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുക, ഈ സമയം എന്ന് പറയുന്നത് അമേസിങ് ടൈം ടു ബി എ ട്രെയിൻഡ് ജേർണലിസ്റ്റ് because the mission has never been so important as it is today. ആ ട്രെയിൻഡ് ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ട്രെയിനബിൾ ആണോ എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും മുമ്പ് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾ ട്രെയിനബിൾ ആണോ എന്നുള്ളത്. ആ ട്രെയിനബിൾ ആകുക എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന സ്വഭാവമാണ്. നമുക്ക് അവനബിൾ ടു സജഷൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളെ ട്രെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആ ട്രെയിൻഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക് അവർക്ക് ഒരുപക്ഷെ ഇന്ന് വരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രാധാന്യമുള്ള ഒരു ദൗത്യം അവരെ കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഒരിക്കലും ഒരുപക്ഷെ ഇത്രയും അതിന് പ്രസക്തിയുള്ള ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ മെറിറ്റ് ഇൻ ജേർണലിസം എന്ന് പറയുന്നത് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടോപ്പിക് എക്സാമിനേഷൻസ്, അതല്ല, ഇറ്റ് ഈസ് അബൌട്ട് എത്തിക്കൽ കറേജ് എന്ന് ഞാൻ പറയും. അത് ഒരു ജേർണലിസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു എത്തിക്കലായിട്ടുള്ള ഒരു കറേജ് വേണം. അതിന് നമുക്ക് കഴിയണം. ചൂസിങ് വെരിഫിക്കേഷൻ ഓവർ വൈറാലിറ്റി. വൈറലാവുക എന്നതിനപ്പുറത്ത് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. ഒരു കോണ്ടെക്സ്റ്റ് ഓവർ കൺവീനിയൻസ്. എനിക്ക് സൗകര്യമുള്ള ഒരു സംഗമമാണ്, എനിക്ക് വളരെ ലൈക്ക് കിട്ടാനായിട്ടും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, എനിക്ക് ഏറ്റവും സൗകര്യമായ ഒരു കാര്യം. ആ സൗകര്യത്തിന് അപ്പുറത്ത് ഞാനതിൻ്റെ കോണ്ടെക്സ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോഴേ ഞാൻ ഒരു നല്ല ജേർണലിസ്റ്റ് ആവുള്ളൂ. അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റ് ഓവർ പേഴ്സണൽ ഗെയിൻ. നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിന് പേഴ്സണൽ നമ്മളുടെ ഗെയിനേക്കാളും മുമ്പ് നമുക്ക് വെക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതുമാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ പബ്ലിക് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട് ഒക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, നമ്മളുടെ ആളുകൾ തന്നെ ചോദിക്കാറുണ്ട് ഞങ്ങളോട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല വാർത്തകൾ കൊടുത്തുകൂടാ? നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഈ കൊലപാതകങ്ങളോ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ സിനിമയിലെയൊക്കെ വിവാദങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും അല്ലാതെ നല്ല വാർത്തകൾ സംഭവിക്കുന്നുണ്ട്. മുമ്പത്തേക്കാൾ നല്ല വാർത്തകൾക്ക് പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മളുടെ ഈ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന അത്ഭുത സിദ്ധിയുള്ള ആളുകൾക്കൊക്കെ അപ്പുറത്ത് ചില മനുഷ്യരുടെ ദയനീയാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ, സഹായങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതെല്ലാം ഈ മീഡിയയുടെ സഹായത്തോടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഈ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും വാസ്തവത്തിൽ അവർ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങളും ഈ പറഞ്ഞ വിവാദങ്ങളും ഒക്കെ തന്നെയാണ്. നമ്മൾ നല്ല വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കാഴ്ചക്കാർ അത്രയ്ക്കൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നിയിരിക്കുന്നത് ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സോ കോൾഡ് പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് വാട്ട് ദ പബ്ലിക് ഈസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ പറഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറയുന്നതും ആ പബ്ലിക് ശരിക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന കാര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായി ഈ ചാനലുകളിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ ഒന്നും വരാത്തത്. അത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് പല ന്യൂസ് റൂമിൽ പ്രഷേഴ്സ് ഉണ്ട്, കമേഴ്ഷ്യലായിട്ടുള്ള പ്രഷറുകളുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ട്, ടെക്നോളജിക്കലായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ട്, ഒരു ഷ്രിങ്കിങ് അറ്റൻഷൻ സ്പാൻ. ഇപ്പം നിങ്ങൾക്കറിയാം, മൊബൈലിലൊക്കെ നോക്കിയാൽ റീൽസിൻ്റെ കാര്യം പറഞ്ഞില്ലേ,
റീൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത എന്ന് പറയുന്നത് അത് വളരെ വളരെ സമയം കുറവുള്ള ചെറുതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ റീൽസിൻ്റെ അതിലേക്ക് ചുരുങ്ങുമ്പോൾ ഉള്ള സ്ട്രിങ്കിങ് ആയിട്ടുള്ള അറ്റൻഷൻ സ്പാൻസ് ഉണ്ട്. അതുപോലെ ഓൺലൈനിൽ നിന്ന് നമുക്ക് നേരിടുന്ന അബ്യൂസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികൾ ഒക്കെ നേരിടുന്നു. അതിൻ്റെ കൂടെയാണ് നമ്മൾക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന AI വരുന്നത്. അപ്പോൾ AIക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? AIക്ക് ഒരു നല്ല തലക്കെട്ടിടാനായിട്ട് കഴിയും. പക്ഷേ AIക്ക് ഒരിക്കലും മനുഷ്യൻ്റെ വിധിയെ, മനുഷ്യൻ്റെ വിവേകത്തെ അതിനെ മാറ്റി നിർത്താനാവില്ല. ഇറ്റ് കനോട്ട് റീപ്ലേസ് ഹ്യൂമൻ ജഡ്ജ്മെൻറ്റ് എന്നാണ് ഞാൻ പറയുക. ഇറ്റ് കനോട്ട് റീപ്ലേസ് ഹ്യൂമൻ എമ്പതി എങ്ങനെയാണ് അവർ റീപ്ലേസ് ചെയ്യുക? അത് നമ്മുടെ ഒരു കോൺഷ്യൻസ് ഇല്ലേ, നമുക്കൊരു മനസ്സാക്ഷി ഇല്ലേ, അതിനെ എങ്ങനെയാണ് AI റീപ്ലേസ് ചെയ്യുക? എങ്ങനെയാണ് AI എന്ന് പറയുന്ന ഒരു യന്ത്രം റെസ്പോൺസിബിലിറ്റി എടുക്കുക? അത് നമുക്കേ കഴിയുള്ളൂ. ഉത്തരവാദിത്വം എടുക്കാൻ നമുക്കേ കഴിയുള്ളൂ. ഒരു മെഷീന് ഉത്തരവാദിത്വം എടുക്കാൻ കഴിയില്ല. ഒരു മെഷീന് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് അതിന് കഴിയില്ല. ഒരു മനുഷ്യ, ഒരു യന്ത്രത്തിന് എമ്പതി ഉണ്ടാവണമെന്നില്ല. ഇനിയുള്ള കാലത്ത് ഈ AIയിൽ വരുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ഇതിനെല്ലാം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടാവും. എങ്കിൽ പോലും നമുക്കൊരു വിശ്വാസം വേണം, ചില കാര്യങ്ങളിൽ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് അവിടെയാണ് ശരിക്കും നിങ്ങളെപ്പോലെ ഈ ജേർണലിസത്തെ വളരെ ഗൗരവത്തോടെ കാണുന്ന, ഇതൊരു സാമൂഹികമായ രാഷ്ട്രത്തിൻ്റെതായ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് എന്ന് കണ്ടു തന്നെ ഇതിനെ ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, എന്താണ്, നോട്ട് ജസ്റ്റ് ഇപ്പം എന്താണ് ഇവിടെ ടീച്ച് ചെയ്യുന്നത്, ഇപ്പോൾ ലിജിമോൾ ടീച്ചറും ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നത്, നോട്ട് ജസ്റ്റ് ഹൗ ടു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ല, ബട്ട് വൈ റിപ്പോർട്ടിംഗ് മാറ്റേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത്. നിങ്ങൾ എന്താണ് ഹൗ ടു റിപ്പോർട്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് വൈ റിപ്പോർട്ടിംഗ് മാറ്റേഴ്സ്, നിങ്ങൾക്ക് എന്ത് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ഏത് തരത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും, നിങ്ങൾക്ക് എങ്ങനെ ഈ സൊസൈറ്റിയിലേക്ക് ഈ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഈ പറഞ്ഞ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുക. അപ്പോൾ അതിന് ഒരുപക്ഷെ ഇറ്റ് ഈസ് എ പ്രൊഫഷൻ ദാറ്റ് ഡിമാൻഡ്സ് മോർ കറേജ് ദാൻ കംഫർട്ട്. നിങ്ങൾക്ക് ആ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴുള്ള ആശങ്കകൾ ഉണ്ടാകുന്നത്. പഴയതുപോലത്തെ ഒരു കംഫർട്ട് സോണല്ല. ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ ചലഞ്ച് ചെയ്യുകയും മീഡിയ ട്രയൽ എന്ന് പറയുന്നത് പോലെ ട്രയൽ ഓഫ് മീഡിയയും ഉണ്ട്. അതെല്ലാം നടക്കുന്ന ഒരു കാലമാണ്. അപ്പോഴും പക്ഷേ നമുക്ക് ആ ഒരു കറേജ് ഉണ്ടെങ്കിൽ, നമുക്ക് കറേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിയർ എന്ന് പറയും. ഫിയർ ഈസ് എ റിയാക്ഷൻ എന്ന് പറയും. കറേജ് ഈസ് എ ഡിസിഷൻ. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാചകമാണ് ഫിയർ. നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അങ്ങനെ ഒരുപാട് പേടികളുണ്ട്. അപ്പോൾ ഫിയർ ഈസ് ആക്ച്വലി റിയാക്ഷൻ, ബട്ട് കറേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷനാണ്. കറേജ് ഈസ് എ ഡിസിഷൻ. അങ്ങനെ ഒരു കറേജ് ആ കംഫർട്ടിന് മുകളിൽ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് വളരെ വളരെ നല്ല ഒരു പ്രൊഫഷനാണ്. നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ വലിയ ഒരു മുദ്ര ചാർത്താനും നിങ്ങൾക്ക് പേരെടുക്കാനും കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ആത്യന്തികമായിട്ടുള്ള കടമ. നിങ്ങളുടെ ഏറ്റവും വലിയ ഉപകരണവും ഈ ചോദ്യങ്ങളാണ്. പവർ എന്ന് പറയുന്നത്, പവർ ഫിയേഴ്സ് ക്വസ്റ്റ്യൻസ്. എപ്പോഴും അധികാര സ്ഥാനത്തിരിക്കുന്നവർ ചോദ്യങ്ങളെ ഭയപ്പെടുന്നവരാണ്. ഇപ്പോൾ തന്നെ നമ്മളുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന സംസ്ഥാനത്തെ ചില പ്രമുഖ നേതാക്കളോ ഒക്കെ വൺ വേ കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും നമുക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. പണ്ട് നമ്മൾ റേഡിയോയെക്കുറിച്ച് പറയുന്നത് പോലെ, റേഡിയോ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ മാത്രമേ കഴിയുള്ളൂ, അങ്ങോട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ചോദ്യങ്ങളെ നേരിടുന്നതിൽ പിന്നിലേക്ക് പോവുകയാണ്. അവരെല്ലാം ചോദ്യങ്ങളെ ഭയക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. പക്ഷേ പവർ ഫിയേഴ്സ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം ഡെമോക്രസി സർവൈവ്സ് ബിക്കോസ് സമ്മൺ കീപ്സ് ആസ്കിങ് ദം. അതുകൊണ്ടാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ചാലേ ഒരു ചെടി വളരുകയുള്ളൂ. നമ്മളുടെ വിചാരമുണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകളെല്ലാം കൂടെ കൂടി ഈ ജനാധിപത്യത്തെ അങ്ങ് പുഷ്ടിപ്പെടുത്തി നമുക്ക് സമ്മോഹനമായ ഒരു ഭാവി സമ്മാനിക്കുമെന്ന്. അത് വെറും തോന്നലാണ്. നമ്മൾ അതിനകത്ത് ഭാഗവാക്കാകേണ്ടത് ചെടിക്കൊരു വെള്ളം ഒഴിക്കുന്നത് പോലെ നമ്മളുടെ ഇടപെടലുകൾ വേണം. നമ്മൾ ഓരോരുത്തരുടെയും ഇടപെടൽ വേണം. എന്നാൽ മാത്രമേ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. അപ്പം ഡെമോക്രസി സർവൈവ്സ് ബിക്കോസ് സമ്മൺ കീപ്സ് ആസ്കിങ് ദം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അതിന് ഏറ്റവും നല്ല ഒരു പ്രൊഫഷനാണ് നിങ്ങൾ ഈ ജേർണലിസം എന്ന സംശയം
സംശയമില്ല. ലെറ്റ് us സെലിബ്രേറ്റ് എക്സലൻസ്. താങ്ക് യു. നമ്മുടെ യൂണിയന്റെ ഒരു വീഡിയോ പ്രദർശിപ്പിക്കാനായി ജോണി ലൂക്കോസ് സാറിനെ ക്ഷണിക്കുകയാണ്. യൂണിയന്റെ നെയിമും ഒന്ന് റിവീൽ ചെയ്യൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. സർ പ്ലീസ്. Thank you, sir. താങ്ക് യു സോ മച്ച് സർ. ഇനാറ നമ്മുടെ കോളേജ് യൂണിയന്റെ പേരാണ്. അർത്ഥം പ്രകാശം എന്നാണ്. പ്രകാശം വെറും ഒരു വെളിച്ചമല്ല, വഴികാട്ടുന്ന ശക്തിയാണ്. ഇരുളിൽ പ്രത്യാശയാകുന്ന ഒരു കിരണം, അതാണ് ഇനാറ. അറബിക് ഭാഷയിൽ പ്രകാശിപ്പിക്കുന്നത് അഥവാ തിളങ്ങുന്നത് അല്ലെങ്കിൽ ഒരു പ്രകാശ കിരണം എന്നർത്ഥം വരുന്ന ഇനാറ ഇന്ന് നമ്മുടെ കോളേജ് യൂണിയന്റെ പേരായി അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നു. ഇനാറ എന്നത് വെറും ഒരു പേരല്ല, ഇതൊരു ദിശയാണ്, ഒരു ദൗത്യമാണ്, ഒരു പ്രതിജ്ഞയാണ്. ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നങ്ങൾക്ക് വെളിച്ചം നൽകാൻ, ഓരോ കഴിവിനും തിളങ്ങാനുള്ള വേദി ഒരുക്കാൻ, ഒരുമയും ശക്തിയും കൊണ്ട് മുന്നേറാൻ തയ്യാറായ ഒരു പ്രസ്ഥാനമാണ് ഇനാറ. ഇരുണ്ട ചിന്തകൾക്കു പകരം നവോത്ഥാനത്തിന്റെ പ്രകാശം, നിശബ്ദതയ്ക്കു പകരം ആത്മവിശ്വാസത്തിന്റെ ശബ്ദം, അനിശ്ചിതത്വത്തിനിടയിൽ ഉറച്ച നിലപാടിന്റെ തെളിച്ചം, ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നാൽ അതിന്റെ പേരാണ് ഇനാറ. ഇന്ന് നമ്മുടെ ക്യാമ്പസിനെ പ്രകാശിപ്പിക്കാൻ, നമ്മുടെ സ്വപ്നങ്ങളെ തിളക്കമാർന്ന യാഥാർത്ഥ്യങ്ങളാക്കാൻ ആത്മവിശ്വാസത്തിന്റെ പ്രകാശകിരണമായി മുന്നേറുന്ന നമ്മുടെ സ്വന്തം കോളേജ് യൂണിയൻ ഇനാറ 2K26. അതുപോലെ തന്നെ ഇന്നിവിടെ ഉദ്ഘാടന പ്രസംഗം ചെയ്ത് സംസാരിച്ച നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ ജോണി ലൂക്കോസ് സാറിന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വളരെ അർത്ഥവത്തായ വാക്കുകളാണ് സാറിൻ്റെ വാക്കുകളിൽ തെളിഞ്ഞത്. റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ജേർണലിസത്തിനെ കുറിച്ച്, ഫാക്ട് ചെക്കിങ്ങിനെ കുറിച്ച്, വെരിഫിക്കേഷനെ കുറിച്ചും എല്ലാം സാർ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം ഇന്നത്തെ ഒരു കാലത്ത് എത്രത്തോളം ഫാക്ട് ചെക്കിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ് ഇന്ന്. അപ്പോൾ സാർ പറഞ്ഞ ആ വാക്കുകൾ ഓരോന്നും അത്രയേറെ വിലപ്പെട്ടതാണ്. ഒരു ജേർണലിസ്റ്റിന് വേണ്ടത് ക്യാരക്ടറാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഗൗരവമായ മാധ്യമ പ്രവർത്തകരെ തേടിയാണ് ഇനിയുള്ള കാലം വരുന്നത് എന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു. ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റ് ആവുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നും അദ്ദേഹം നമ്മളോട് സംവദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലാവുക അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആവുക എന്നതിലുപരി ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിന് വേണ്ട ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് അവൻ്റെ ക്യാരക്ടറാണ് എന്നുകൂടി സാർ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാളും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളത് കൂടി സാർ നമ്മോട് പറയുകയുണ്ടായി. അതേപോലെ തന്നെ എയുടെ റെപ്രസെൻറ്റേഷൻ എത്രത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പക്ഷേ എങ്കിലും ഒരിക്കലും ഒരു എയ്ക്കും നമ്മുടെ മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മളെ ആർക്കും തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നതും കൂടിയാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത്. ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞത് ഹൗ ടു റിപ്പോർട്ട്, നോട്ട് ജസ്റ്റ് ഹൗ ടു റിപ്പോർട്ട് എന്നല്ല, വൈ റിപ്പോർട്ടിംഗ് മാറ്റേഴ്സ് എന്നുള്ളത് കൂടിയാണ്. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതിലുപരി എന്തിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നു എങ്കിൽ അതായിരിക്കും ഏറ്റവും ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. ഒപ്പം നമ്മളേവരും കംഫർട്ട് സോണുകൾ വിട്ട് അവിടെ നിന്നും പുറത്തു വരണമെന്നും നമ്മുടേതായിട്ടുള്ളൊരു വഴി ഉണ്ടാക്കണമെന്നും അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ കറേജാണ് കംഫർട്ടിനേക്കാളും വലിയൊരു ഡിസിഷൻ എന്നും അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് അടിസ്ഥാനപരമായ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം നമ്മളോട് അവസാനിപ്പിച്ചത്. അത് പറഞ്ഞത് ഇന്നും നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളോട് ആ കാര്യം പറഞ്ഞത് എന്നതും ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സോ ഒരിക്കൽ കൂടി സാറിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഫെലിസിറ്റേഷൻ ലേക്ക് കടക്കാം. സോ ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ ശ്രീ ജീവൻ നന്ദ്യാട്ട് സാറിനെ ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ പി ജേക്കബ് മാം, ഇന്നത്തെ നമ്മുടെ യൂണിയൻ ഇനോഗ്രേഷൻ്റെ മുഖ്യാതിഥിയായ മനോരമ ന്യൂസ് ഡയറക്ടർ ശ്രീ ജോണി ലൂക്കോസ് സർ, സിപാസ് ഡയറക്ടർ ഹരീഷ്ണൻ സർ, കടന്നു വന്നിരിക്കുന്ന അധ്യാപകർ, യൂണിയൻ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വർഷത്തെ യൂണിയൻ ആൻഡ് ആർട്സ് ഇനോഗ്രേഷന് ആശംസ അർപ്പിക്കുകയാണ് എന്നിൽ ഏൽപ്പിച്ച ദൗത്യം. ഒരു കലാലയ ജീവിതം എന്നാൽ പുസ്തകത്തിൽ നിന്നുള്ള അറിവുകൾ സമ്പാദിക്കുക എന്നത് മാത്രമല്ല, കൂട്ടുകാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിക്കുന്ന ഓർമ്മകൾ കൂടി സമ്പാദിക്കുന്ന ഇടമാണ്. ഇത്തരം പരിപാടികളിലൂടെ നിങ്ങളുടെ കഴിവിനെ വളർത്തുന്നതിനോടൊപ്പം ഒരുപാട് മധുരമുള്ള ഓർമ്മകളും നിങ്ങൾക്ക് സമ്പാദിക്കാനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ഈ വർഷത്തെ യൂണിയന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി സ്റ്റാർസിലെ പ്രിൻസിപ്പൽ മിസ്സസ് ജിഷ മേരി ജോർജ് മിസ്സിനെ ക്ഷണിക്കുന്നു. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ യൂണിയൻ ചെയർമാൻ അക്ഷയ് കൃഷ്ണൻ, ICJ പ്രിൻസിപ്പൽ ജിമോൾ മിസ്, വിശിഷ്ടാതിഥി ജോണി ലൂക്കോ സാർ, സിപാസ് ഡയറക്ടർ ഹരീഷൻ സാർ, മറ്റ് യൂണിയൻ ഭാരവാഹികളെ, ടീച്ചേഴ്സ്, വിദ്യാർത്ഥികളെ, റാങ്ക് ഹോൾഡേഴ്സ്, ഇന്നിത് 3 പരിപാടികളുടെ സംയുക്ത വേദിയാണ്. യൂണിയൻ ഇനാഗ്രേഷൻ, ആർട്സ്, അതുപോലെ തന്നെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അനുമോദന ചടങ്ങ്, മെറിറ്റ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളുടെ ഇനാറ യൂണിയനെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നിങ്ങളുടെ ഇവിടെ അവതരിപ്പിച്ചതുപോലെ ഇത് കേവലം ഒരു പ്രകാശമല്ല, നിങ്ങളുടെ എല്ലാം അല്ലേ വഴികാട്ടിയായിട്ടുള്ള വെളിച്ചമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷകരമായത് ജോണി ലൂക്കോ സാറിനോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, നിങ്ങൾ മാധ്യമ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചു, അതിൻ്റെ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് വശങ്ങൾ നിർദ്ദേശിച്ചു നല്ല ഒരു ക്ലാസ് എടുത്തു എന്ന് തന്നെ പറയാം. അപ്പം ഏറ്റവും ഒരു മുതൽക്കൂട്ടായ ഒരു ഗസ്റ്റിനെയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ സംഘടിപ്പിച്ചു തന്നത്. അതിന് ടീച്ചറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വേദിയിലോട്ട് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും പങ്കുവയ്ക്കുന്നു. അപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ്, അപ്പോൾ സാറ് പറഞ്ഞു റാങ്ക് ഹോൾഡേഴ്സ് എന്നുള്ള കേവലം റാങ്ക് മെറിറ്റിൽ വാങ്ങിച്ചു തീർക്കുന്നതല്ല, മുന്നോട്ടുള്ള തിരഞ്ഞെടുപ്പും അതിൻ്റെ ബാക്കിയുള്ള നടപടികളെല്ലാം സാറ് പറഞ്ഞു. അപ്പോൾ മുന്നോട്ട് നല്ല രീതിയിൽ ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ പുറകെ വരുന്ന കുട്ടികൾക്കെല്ലാം അത് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റാർസ് കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു മിസ്. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി നമ്മുടെ കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ശ്രീ അഭിനന്ദ് എ ശ്രീധരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യാതിഥി ശ്രീ ജോണി ലൂക്കോ സാർ, ബഹുമാനപ്പെട്ട സിപാസ് ഡയറക്ടർ ശ്രീ ഹരീഷ്ണൻ സാർ, നമ്മുടെ ICJ കോളേജിൻ്റെ നെടുന്തൂണായ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ജിമോൾ പി ജേക്കബ്, നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീ അക്ഷയ് കൃഷ്ണൻ CV, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന
അധ്യാപകരെ, അനധ്യാപകരെ, മറ്റ് യൂണിയൻ ഭാരവാഹികളെ, അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന റാങ്ക് ഹോൾഡേഴ്സ്, അവരുടെ മാതാപിതാക്കൾ, അതിലുപരി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠികളെ, ഇന്നത്തെ ഈ സുദിനം നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരു കോളേജ് യൂണിയൻ വെറും ഒരു കമ്മിറ്റിയല്ല, അത് വിദ്യാർത്ഥികളുടെ ആശയങ്ങൾക്ക് ചേർന്ന് നൽകുന്ന ഒരു ചാലക ശക്തിയാണ്. ഇന്ന് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ്റെ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ്. അതിലേറെ നമ്മുടെ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്ന നിലയിൽ ആർട്സ് ക്ലബിനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഈ അവസരം എടുക്കുന്നു. നമ്മുടെ ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ ഓരോ വിദ്യാർത്ഥിയും ആത്മാർത്ഥമായി സഹകരിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിരുന്നു. അതിൽ വലിയ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന നമ്മുടെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ICJനെ റെപ്രസെൻ്റ് ചെയ്ത് മത്സരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഞാൻ എൻ്റെ വിജയാശംസകൾ നേരുന്നു. അവസാനമായി നമ്മുടെ കോളേജ് യൂണിയനും ആർട്സ് ക്ലബ്ബും ഉദ്ഘാടനത്തിനായി എത്തിയ ഓരോ വിശിഷ്ടാതിഥികൾക്കും ഞാൻ എൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അഭിനന്ദ്. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സ്റ്റാർസിലെ യൂണിയൻ ചെയർപേഴ്സൺ മിസ് ഹരിപ്രയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാന്യനായ ഉദ്ഘാടകൻ ശ്രീ ജോണി ലൂക്കോ സാർ, പ്രിയപ്പെട്ട ഡയറക്ടർ ശ്രീ ഹരീഷ്ണൻ പി സാർ, പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ മിസ്, സ്റ്റാഫ് അഡ്വൈസർ ജീവൻ നന്ദ്യാട് സാർ, സ്റ്റാർസ് കോളേജ് പ്രിൻസിപ്പൽ ജിഷ മിസ്, കോളേജ് ചെയർമാൻ അക്ഷയ് കൃഷ്ണൻ CV, പ്രിയ അധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ യൂണിയൻ ഇന്നാഗ്രേഷനിൽ എന്ന പ്രത്യേക ചടങ്ങിൽ ആശംസ അർപ്പിക്കുക എന്നാണ് എൻ്റെ കർത്തവ്യം. വിദ്യാർത്ഥി യൂണിയൻ എന്നത് നേതൃത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ശബ്ദമാണ്. ക്യാമ്പസിൻ്റെ മുന്നേറ്റത്തിനും വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തുന്നതിനും യൂണിയൻ വലിയ പങ്ക് വഹിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിന് മഹത്വം നൽകാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഉദ്ഘാടകൻ ശ്രീ ജോണി ലൂക്കോ സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്കളുടെ സാന്നിധ്യം വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനമാവട്ടെ. ഈ പരിപാടി വിജയകരമായി സംഘടിപ്പിച്ച പ്രിൻസിപ്പൽ മാഡത്തിനും അധ്യാപകർക്കും യൂണിയൻ അംഗങ്ങൾക്കും സംഘാടകർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ആദരിക്കപ്പെടുന്ന റാങ്ക് ഹോൾഡേഴ്സിനും എൻ്റെ പ്രത്യേക ആശംസകൾ. നിങ്ങളുടെ നേട്ടങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു പ്രചോദനമാവട്ടെ. ഈ പുതിയ യൂണിയൻ വർഷം ICJക്ക് കൂടുതൽ വിജയം, ഐക്യം, കലാപ്രതിഭകൾ എന്നിവ സമ്മാനിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് മികച്ച ഒരു ക്യാമ്പസ് ജീവിതം നിർമ്മിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഹരിപ്രിയ. അടുത്തതായി നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അവർക്കുള്ള ആദരവ് കൊടുക്കുന്ന സമയമായിരിക്കുകയാണ്. സോ അതിനായി നമ്മുടെ കോളേജിലെ ICJ അസിസ്റ്റന്റ് പ്രൊഫസർ മിസ്സസ് പ്രിയങ്ക പുരുഷോത്തമൻ മിസ്സിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. മിസ് ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ നിന്ന് തന്നെ പോയി ഇവിടെ തന്നെ ഇപ്പോൾ ടീച്ചറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ മിസ്സിനെ ഈ ഒരു റാങ്ക് ഹോൾഡേഴ്സിനെ ഓണർ ചെയ്യാൻ എന്തുകൊണ്ടും ഒരു മികച്ച ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് പ്രിയങ്ക മിസ് തന്നെയാണ്. പ്രിയങ്ക മിസ്സിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെ സദസ്സിലെയും വിശിഷ്ട വ്യക്തികൾ, റാങ്ക് ഹോൾഡേഴ്സ്, യൂണിയൻ മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പേരൻസ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവർക്കും നമസ്കാരം. പ്രശസ്ത കവി P.P. രാമചന്ദ്രൻ്റെ ലളിതം എന്ന കവിതയിലെ വരികളുണ്ട്. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു എന്നതിന് വെറും തൂവൽ താഴെയിട്ടാൽ മതി. ICJയുടെ പൊൻതൂവലുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 2022, 2024, 2023, 2025 വർഷങ്ങളിൽ MG യൂണിവേഴ്സിറ്റിയുടെ MA JMC പരീക്ഷയിലും മികവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്.
ആദ്യ 10 റാങ്കുകളിലധികവും നമ്മുടെ ICJ സ്വന്തമാക്കിയതിൽ വളരെയേറെ സന്തോഷവും അതിനോടൊപ്പം തന്നെ അഭിമാനവും അറിയിക്കുന്നു. റാങ്ക് ഹോൾഡേഴ്സിനെ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ശ്രീ ജോണി ലൂക്കോസ് സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി റാങ്ക് ഹോൾഡേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ 2022-2024 MAJMC ബാച്ചിലെ ആദ്യ 10 റാങ്കുകളിൽ 6 റാങ്കുകൾ ലഭിച്ചത് ICJ വിദ്യാർത്ഥികൾക്കാണ്. അതിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ നിത ആൻഡ്രൂ. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിത ആൻഡോയി, ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. Ambulisi Nair, second rank for MG University examination 2022-24. ഇവിടെ ഇല്ലാത്ത ഞങ്ങളുടെ കുറച്ച് പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്. രമ്യ മിസ്, മെൽവിൻ സാർ, സ്വാതി മിസ്. അവരൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ ബാച്ച് കംപ്ലീറ്റ് ആവില്ല. ഞങ്ങളുടെ മാത്രമല്ല, എൻ്റെ സീനിയർ ബാച്ചും കംപ്ലീറ്റ് ആവില്ല. കാരണം ഞങ്ങൾ ഇന്നിവിടെ നിൽക്കണമെങ്കിൽ അവരുടെ പിന്തുണ ഞങ്ങൾക്ക് കൂടിയേ തീരുള്ളൂ. ജീവൻ സാറിനെ മറന്നില്ല, പക്ഷേ ജീവൻ സാർ അവസാനമായപ്പോഴാണ് വന്നത്. എന്നാലും സാർ എന്ന സപ്പോർട്ട് നമ്മുടെ ലാസ്റ്റ് പ്രസൻറ്റേഷനിലാണെങ്കിലും സാർ എന്ന സപ്പോർട്ട് അതൊരു വലിയ സപ്പോർട്ട് തന്നെയായിരുന്നു. അതും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നന്ദി പറയേണ്ടത് ഈശ്വരനോടും അതുകൂടെ എൻ്റെ ഏറ്റവും 2 പ്രിയപ്പെട്ട 2 പേര് ഈ ക്യാമ്പസിൽ ഇപ്പോൾ ഇവിടെ വന്നിരിപ്പുണ്ട്. എൻ്റെ അമ്മയും എൻ്റെ ജീവിത പങ്കാളിയുമായ ആളും. ഞാൻ ഒരുപക്ഷെ ഈ ക്യാമ്പസിൽ അത് പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് ഈ നിമിഷം അതിവിടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു. ആ കൂട്ടിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ആ കൂട്ടും എൻ്റെ അമ്മയും ഇല്ലെങ്കിൽ എനിക്ക് ഈ നിമിഷം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരോടും എൻ്റെ പ്രത്യേക നന്ദി ഞാൻ പറയുന്നു. നിമിഷം താങ്ക് യു ചേച്ചി. സോ നമ്മുടെ ചടങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സിനായി, നന്ദി പ്രകാശനത്തിനായി നമ്മുടെ യൂണിയൻ മാഗസിൻ എഡിറ്റർ ശ്രീ വജൻ ജെ സ്റ്റീഫനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. വേദിയിലിരിക്കുന്ന മുഖ്യാതിഥിയായിത്തിയിരിക്കുന്ന ശ്രീ ജോണി ലൂക്കോസ് സാർ, നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ പി ജേക്കബ് മാം, സ്റ്റാഫ് പ്രിൻസിപ്പൽ ശ്രീ ജിഷ മിസ്, യൂണിയൻ ചെയർപേഴ്സൺ അക്ഷയ്, മറ്റ് യൂണിയൻ ഭാരവാഹികളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതിനു മുമ്പ് ഒരു കാര്യം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മുഖ്യപ്രഭാഷണം അല്ലെങ്കിൽ മുഖ്യാതിഥിയായിത്തിരിക്കുന്ന സാറ് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഏറെ മനസ്സിൽ തട്ടുകയുണ്ടായി. മറ്റൊന്നുമല്ല, ധാർമ്മികത ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ വാർത്തകൾ എത്തിക്കാൻ ഉത്തരവാദിത്വമുള്ള നാം ഓരോരുത്തരും പുലർത്തേണ്ട ഒന്നാണെന്ന് ഞാൻ ഒന്നുകൂടെ ഊന്നി പറയുകയാണ്. ധാർമ്മികത എന്ന് പറയുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ രീതികളുണ്ട്. ഓരോന്നും അതിൻ്റെതായ അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ക്രമങ്ങൾ, പാലിക്കേണ്ട രീതികൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും എന്നും നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. തിരുത്താൻ പറ്റുന്ന അവസരങ്ങളിൽ തിരുത്തണം എന്ന് ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുന്നു. ഒപ്പം നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത് ഏകദേശം 9ഓളം പേരടങ്ങുന്നതാണ്. യൂണിയനെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ചെയർപേഴ്സണായിട്ടുള്ളത് ശ്രീ അക്ഷയ് കൃഷ്ണൻ CB, വൈസ് ചെയർപേഴ്സൺ മിസ് ഹൃതിക HR, ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് കൃഷ്ണേന്ദു KK, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തസ്നി A, മാഗസിൻ എഡിറ്ററായിട്ടുള്ളത് ഞാൻ തന്നെയാണ്, വജൻ ജെ സ്റ്റീഫൻ, ആർട്സ് ക്ലബ് സെക്രട്ടറി ശ്രീ അഭിനന്ദേ ശ്രീധർ, ലേഡി റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് എടുത്തിരിക്കുന്ന ഫസ്റ്റ് ഇയേഴ്സിൽ നിന്ന് ഷാന, സെക്കൻഡ് ഇയേഴ്സിൽ നിന്നുള്ള അശ്വതി, സെക്കൻഡ് ഇയർ ക്ലാസ് റെപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അസിയാഷ, ഫസ്റ്റ് ഇയർ ക്ലാസ് റെപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് BR കൃഷ്ണനുണ്ണി എന്നിവരടങ്ങുന്ന ഒരു കരുത്തുറ്റ യൂണിയനാണ് ഇനാര എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏറെ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി നമ്മുടെ മുഖ്യാതിഥിയായി തിരക്കുകൾക്കിടയിലും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് സാർ വലിയൊരു അവബോധം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചതിൽ സാറിൻ്റെ പ്രസംഗത്തിൽ സാധിച്ചു എന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വിശ്വാസമുണ്ട്. ഏറെ സ്നേഹത്തോടെ ശ്രീ ജോണി ലൂക്കോസ് സാറിന് എൻ്റെയും ICJയുടെയും യൂണിയൻ്റെയും പേരുള്ള നന്ദി അറിയിച്ചു. അപ്പം ഈ ഒരു പരിപാടി ഇവിടെ നടത്താനായിട്ട് നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നേടിത്തന്ന
അല്ലെങ്കിൽ നമ്മുടെ പിന്താങ്ങി നിന്നിരുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീമതി ലിജിമോൾ പി ജേക്കബ് മേമനെ ഏറെ നന്ദിയോടുകൂടി ഈ നിമിഷം ഓർക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന സ്റ്റാഫ് പ്രിൻസിപ്പൽ ജിഷ മിസ്സിനും എൻ്റെയും ICG യൂണിയൻ്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സ്റ്റാഫ് യൂണിയൻ ചെയർപേഴ്സൺ മിസ് ഹരിപ്രിയയെ എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ICG കോളേജിൻ്റെയും പേരിൽ ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ അധ്യാപകർക്കാണ് നന്ദി പറയുന്നത്. ഇതിൻ്റെ ആരംഭഘട്ടം മുതൽ തന്നെ നമ്മുടെ കൂടെ വിദ്യാർത്ഥികളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളിലും നമുക്ക് ആവശ്യമുള്ള മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തരികയുണ്ടായി. അപ്പോൾ ഏറെ സ്നേഹത്തോടെ നമ്മുടെ അധ്യാപകരെയും ഈ ഒരു നിമിഷം അധ്യാപകർക്കും നന്ദി പറയുന്നു. അപ്പം കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളിൽ കഴിഞ്ഞു പോയ 2 അധ്യയന വർഷങ്ങളിലായി മികച്ച രീതിയിൽ പഠനങ്ങൾ മുമ്പോട്ടുകൊണ്ടും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മുമ്പുള്ള ആൾക്കാരുടെ കാര്യം നമുക്കറിയാം, അതിന് മുമ്പുള്ള കേട്ടു പരിചയങ്ങളുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും. അപ്പോൾ നിങ്ങളിവിടെ നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഇവിടെ നടത്തിയിട്ടുള്ള കരുത്തുറ്റ പ്രകടനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ പഠിക്കാനായിട്ട് എത്തിയത്. ഈ ഒരു ക്യാമ്പസിൻ്റെ അന്തസ് ഉയർത്തി പഠിക്കുന്നതും ഇതേപോലുള്ള റാങ്ക് ഹോൾഡേഴ്സും ഇവിടെ നടക്കുന്ന മറ്റ് ആക്ടിവിറ്റികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ICJയുടെ മണ്ണിൽ നിങ്ങൾക്ക് എന്നും ഒരു പ്രാധാന്യം ഉണ്ടാകും. അപ്പോൾ പ്രാധാന്യം അർഹിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എത്തിയതിന് നിങ്ങളോടും ICJ കോളേജിൻ്റെ യൂണിയൻ്റെ പേരുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം മറ്റെല്ലാ യൂണിയൻ ഭാരവാഹികളെയും, ഏറെ പ്രത്യേകിച്ച് സ്റ്റാഫിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ ICJയുടെ തന്നെ വിദ്യാർത്ഥികളുണ്ട്, ഏവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വചൻ. സോ നമ്മുടെ ചടങ്ങിൽ ഇന്നത്തെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സോ ഇവിടുത്തെ ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തതായി നമുക്കൊരു ഫോട്ടോ സെഷനാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റുമായി റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും ക്ഷണിക്കുകയാണ്. നമുക്കൊരു ഫോട്ടോ എടുക്കാവുന്നതാണ്. സോ ജോണി ലൂക്കോസ് സാറിനെ റാങ്ക് ഹോൾഡേഴ്സിനെ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു